ഹലോ ഗൈസ്, പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2-3 ദിവസമായിട്ട് ന്യൂസ് ചാനൽ തുറന്നു കഴിഞ്ഞാൽ നമ്മുടെ മലയാള സിനിമാ സംഘടനയായിട്ടുള്ള അമ്മയെ പറയിപ്പിക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കിയ സംഘടനയുടെ പേരിലുള്ള തമ്മിത്തല്ല്, അവിഹിതം, പെണ്ണുപിടി എല്ലാ ഐറ്റംസുമാണ് ന്യൂസിനകത്ത് നിറഞ്ഞു നിൽക്കുന്നത്. 2 ദിവസമായിട്ട് ഈ പണ്ടാരം കേട്ടിട്ട് തല പോഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതുവരെ വീഡിയോ ആയിരുന്നത്. എനിക്ക് പോലും മനസ്സിലാവുന്നില്ല, ഇത് എന്തുകൂടെ എത്ര ലെയർ ഉണ്ടായി ഈ കഥയ്ക്ക്. സീരിയസ്ലി, നമ്മൾ പല സിനിമയ്ക്കകത്ത് പോലും ഇത്ര ലെയർ കണ്ടിട്ടില്ല. ഇതിനകത്ത് പല ലെയർ ഓഫ് അപരാധങ്ങളാണ് ഈ ഒരു അമ്മയെന്ന് പറയുന്ന സംഘടനയുടെ പേര് വെച്ചിട്ട്, അമ്മയുടെ പേര് വെച്ചിട്ട് ഈ നാറികൾ കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കും ഇതിനകത്ത് കിടന്നിട്ട്. അതുകൊണ്ട് നമുക്ക് ഒരു വീഡിയോയിൽ ഇതെല്ലാ ലെയറും കൂടെ പറഞ്ഞ് ബലിപ്പിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എവിടെ തുടങ്ങി എവിടെ അവസാനിപ്പിക്കണമെന്ന് അറിയാൻ പാടില്ലാത്ത അവസ്ഥയായിരുന്നു. ഞാൻ തന്നെ കറങ്ങിപ്പോയി, ഇത് എവിടുന്ന് തുടങ്ങണോടാ പറഞ്ഞെന്ന്. അപ്പൊ നമുക്ക് ഓരോ സൈഡിൽ തുടങ്ങാം. അധ്യായം 1, ജിഹാദിയും അമ്പലവും. ആദ്യം തന്നെ നിന്നോടൊക്കെ ഒരു കാര്യമാണ് പറയുന്നത്. ദൈവത്തെ ഓർത്ത് അമ്മ എന്നുള്ള പേരൊന്നും മാറ്റി. മലയാളത്തെ ഏറ്റവും ഇത്രയും നല്ലൊരു വാക്ക്, ഇത്രയും ശ്രേഷ്ഠമായി പവിത്രതയോടെ കാണുന്ന ഒരു അമ്മയെന്ന് പറയുന്ന ആ ഒരു വാക്കിനെ ഇങ്ങനെ അപമാനിക്കരുത് പ്ലീസ്. ദൈവത്തെ ഓർത്ത് മലയാളികളുടെ അപേക്ഷയായിട്ട് കരുതണം ഇത്. അമ്മയെന്ന് പറഞ്ഞ പേരും വെച്ചിട്ട് എന്നാരും കന്നന്തിരി പാടി ഇതിനകത്ത് നടന്ന് കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള ശ്വേതാമേനോൻ തന്നെ പുള്ളിക്കാരത്തി പറയുന്നൊരു കാര്യമുണ്ട്, അടിയോടടിയാണെന്ന്. നമ്മുടെ ഇതിൽ ഒരുപാട് എല്ലാ മീറ്റിങ്ങിലും ഒരുപാട് അടിപിടി നടക്കാറുണ്ട്, അതിന് ഒരു കുറവുമില്ല. ഓക്കെ, അങ്ങനെ വെച്ച് നോക്കിയാൽ നമുക്ക് എല്ലാവരുടെയും മുകളിൽ കംപ്ലൈന്റ് ഉണ്ട്. അടിപിടിക്ക് ഒരു കുറവില്ല, എല്ലാ മീറ്റിങ്ങിലും കുമ്മനടിയാണ് നടക്കാണ്ടിരിക്കുന്നത്. സംഘടനയുടെ പേര് അമ്മ, നടക്കുന്നത് തന്തയ്ക്ക് വിളി, തമ്മിത്തല്ല്, തള്ളയ്ക്ക് വിളി, ഇതൊക്കെയാണ്. ഇനി കാര്യത്തിലോട്ട് വരാം. ഇവരുടെ അകത്ത് നടക്കുന്ന അടി. ഇപ്പൊ നിലവിൽ EC മെമ്പേഴ്സ് ബാക്കിയുള്ള മെമ്പേഴ്സ് തമ്മിലുള്ള അടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. EC എക്സിക്യൂട്ടീവ് കമ്മിറ്റി. ആദ്യം ഇതിനകത്ത് ആരൊക്കെ ഉണ്ടെന്നൊന്ന് പറയാം. പ്രസിഡന്റ് ശ്വേതാമേനോൻ, വൈസ് പ്രസിഡന്റ് ജയൻ ചേർത്തല, പിന്നെ നമ്മുടെ ലക്ഷ്മിപ്രിയയും വൈസ് പ്രസിഡന്റ് ആണ്. ജനറൽ സെക്രട്ടറി കുക്കു പരമേശ്വരൻ, ജോയിന്റ് സെക്രട്ടറി ആയിരുന്നു അൻസിബ ഹസൻ, പുള്ളിക്കാരത്തിയാണ് ഇപ്പൊ രാജിവെച്ചത്. ആ രാജിയിൽ നിന്നാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത്. പിന്നെ ട്രഷറർ ഉണ്ണി ശിവപാലി. ഇത്രയും പേരാണ് EC കമ്മിറ്റിയിലുള്ളത്. ഇവർ തമ്മി അങ്ങോട്ട് ഒരു കണക്ഷനും ഇല്ല, ഒരു ഐക്യവും ഇല്ല. പ്രത്യേകിച്ച് പ്രസിഡന്റ് ഒരു വഴിക്ക്, ജനറൽ സെക്രട്ടറി വേറൊരു വഴിക്ക്. കുറച്ച് നാളുകളായിട്ട് ഇവരിടയിൽ നടക്കുന്ന പ്രശ്നങ്ങൾ പോയെന്നുണ്ടായിരുന്നു. എന്നാൽ 2 ദിവസം മുമ്പ് അമ്മയുടെ ഒരു മെഡിക്കൽ ക്യാമ്പ് നടക്കുകയാണ്. ഇതിനിടയിലാണ് അൻസിബ ഒരു ബോംബ് പൊട്ടിക്കുന്നത്. പുള്ളിക്കാരത്തെ ജോയിന്റ് സെക്രട്ടറി സ്ഥാനം രാജിവെക്കുകയും മറ്റൊരു കമ്മിറ്റി മെമ്പർ ആയിട്ടുള്ള ടിനി ടോമിനെതിരെ 1-2-3 ആരോപണങ്ങളുമായിട്ട് പുള്ളിക്കാരത്തിൽ മുന്നോട്ട് വരികയാണ്. ഇത്രയും നാള് പുറം ലോകം അറിയാതിരുന്ന പല കാര്യങ്ങളും അത് കഴിഞ്ഞ് പുറം ലോകം അറിയാൻ തുടങ്ങി. ആരോപണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 1, അവിഹിത ആരോപണങ്ങളാണ്. അൻസിബയ്ക്ക് പല ആളുകളുമായിട്ട് ബന്ധമുണ്ടെന്നുള്ള രീതിയിൽ മെയ് 14-ാം തീയതി പല ചാനലുകളും, മെയിൻ ചാനലല്ല അല്ലാതുള്ള ഇവരുമായിട്ട് ബന്ധപ്പെട്ട വാർത്ത പുറത്തുവിടുന്ന ചാനലുകൾ അൻസിബയും മോഹൻലാലും തമ്മിൽ അവിഹിതമുണ്ട് എന്നുള്ള തരത്തിൽ ആരോപണങ്ങൾ ഈ ഒരു കമ്മിറ്റിയിൽ വന്നു എന്ന് പറഞ്ഞ് വാർത്തകൾ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. അത് പറഞ്ഞത് ടിനി ടോം ആണെന്ന് പറയുന്നില്ല. എന്നാൽ ഇന്ന് ഈ ഒരു സംഭവം വന്നതിന് ശേഷം ലക്ഷ്മിപ്രിയയുടെ പ്രസ് മീറ്റിനകത്ത് ലക്ഷ്മിപ്രിയയും ഈ ഒരു കാര്യം പറയുന്നുണ്ട്. അൻസിബയും മോഹൻലാലും തമ്മിൽ അവിഹിത ബന്ധമുണ്ടെന്നുള്ള രീതിയിൽ കുക്കു പരമേശ്വരൻ, ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള കുക്കു പരമേശ്വരൻ പറഞ്ഞുണ്ടാക്കിയെന്ന്. അപ്പോൾ ഈ സെക്രട്ടറി അൻസിബ ഹസനെ കുറിച്ച് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം, അതായത് മലയാളത്തിലെ ഒരു മഹാനടനെയും അൻസിബ ഹസൻ എന്ന് പറഞ്ഞ ഈ പെൺകുട്ടിയെയും ചേർത്ത് അവിഹിത കഥകൾ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ദേ ഞങ്ങളുടെ എല്ലാം ഫോണിലുണ്ട്. എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ഞങ്ങൾക്ക് തന്ന പരാതിയിൽ അത് കിടപ്പുണ്ട്. അതിനെക്കുറിച്ച് എന്താണ് അൻസിബ ഹസൻ ഒരിടത്തും പരാമർശിക്കാത്തത്? എന്തുകൊണ്ടാണ്? മഹാനടൻ വേറെ ആരുമല്ല, നമ്മുടെ സ്വന്തം ലാലേട്ടൻ തന്നെ. എന്ത് നാണം കെട്ട സംഘടനയുടെ ഇത് ആലോചിച്ച് നോക്ക്. തൊലിയുരിയുന്നു. ദൈവത്തെ ഓർത്ത്. ഇതുകൊണ്ടാ പറഞ്ഞത് അമ്മയെന്നുള്ള പേര് ഒന്ന് മാറ്റി പ്ലീസ്. വെറുതെ നാട്ടിലുള്ള അമ്മമാർക്ക് കൂടെ ചീത്ത പേരാക്കാതെ വല്ല കുഞ്ഞമ്മേന്നോ കൊച്ചച്ഛനെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്. അമ്മയെന്നുള്ള പേര് മാറ്റി. ഈ ഒരു കാര്യം ലക്ഷ്മിപ്രിയ പറഞ്ഞ കാര്യം അൻസിബ പറഞ്ഞിട്ടില്ല. അൻസിബ പറയുന്നത് മറ്റൊരു അവിഹിതത്തെ പറ്റിയാണ്. പിന്നീട് അൻസിബയ്ക്കെതിരെ വന്ന മറ്റൊരു ആരോപണം, ടിനി ടോമിന്റെ ഡ്രൈവറെ അടക്കം അൻസിബ മതപരിവർത്തനം നടത്താൻ വേണ്ടി ശ്രമിച്ചു എന്നുള്ളതാണ്. ടിനി ടോം അൻസിബയെ ജിഹാദി എന്ന് വിളിച്ചു എന്നുള്ളതാണ്. ഇതൊക്കെയായിരുന്നു ആരോപണം. അൻസിബ പറയുന്ന ഒരു വോയിസ് അവിടെ വെക്കാം. ഞാൻ അമ്മയിൽ നിന്ന് രാജിവെച്ചതിന്റെ പ്രധാന കാരണം ടിനി ടോം ഏട്ടൻ തന്നെയാണ്. അദ്ദേഹത്തിന് ഒരു ഗ്യാങ് ഉണ്ട്, അത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹമാണ് പ്രധാനമായിട്ടുള്ളത്. അപ്പോ ഞാൻ കമ്മിറ്റിയില് പല കാര്യങ്ങളും വരുമല്ലോ, അപ്പോ യോജിച്ചു പോകേണ്ട തീരുമാനമാണെങ്കിൽ ഞാൻ യെസ് പറയാറുണ്ട്. എനിക്ക് തെറ്റാണെന്ന് തോന്നുന്ന കാര്യങ്ങളോട് ഞാൻ അത് തെറ്റാണ് ചെയ്യരുതെന്നും പറയാറുണ്ട്. അപ്പോ അതിന്റെയൊക്കെ പേരിൽ ഒരാളോട് വ്യക്തിവൈരാഗ്യം വെക്കുന്നത് എന്തിനാന്ന് എനിക്ക് മനസ്സിലാവണില്ല. വ്യക്തിവൈരാഗ്യം മൂലം ഞാൻ അറിയാതെ തന്നെ പല മെമ്പേഴ്സിന്റെ ഇടയിലും എനിക്ക് അവിഹിത ബന്ധം ഉണ്ടെന്നുള്ള രീതിയിൽ കഥകൾ പ്രചരിപ്പിക്കുക, അതിനൊക്കെ അപ്പുറം ഞാൻ ഇസ്ലാമിലേക്ക് അദ്ദേഹത്തിന്റെ ഡ്രൈവറെ ഉൾപ്പെടെ ഒരു പ്രൊഡക്ഷൻ കൺട്രോളറുടെ മകനെ ഇസ്ലാമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ശ്രമിച്ചു എന്നും അതും കൂടെ കേട്ടപ്പോ
നീ വയ്യാണ്ടായി, ഇനി അവിടെ നിൽക്കണ്ടെന്ന് തോന്നി, അതാണ് രാജിവെച്ചത്. അപ്പൊ ഞാൻ അന്ന് രാജിവെച്ച സമയത്ത് ഇതാണ് റീസൺ എന്ന് ഞാൻ ഇട്ടിട്ടില്ലായിരുന്നു. ഞാൻ അതിന്റെ ട്രോമയിലായിരുന്നു. പിന്നെ മറ്റൊരു വനിതാ എക്സിക്യൂട്ടീവ് അംഗത്തിനെ കൊണ്ട് ഒരു വ്യാജ പരാതി എനിക്കെതിരെ പോലീസ് സ്റ്റേഷനിൽ കൊടുപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ പേരിൽ ഞാൻ ഒരു 3 മണിക്കൂറോളം ആ പോലീസ് സ്റ്റേഷനിൽ ഹറാസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതാണ് അൻസിബ പറഞ്ഞ കാര്യം. പിന്നെ ഇതുകൂടാതെ ലക്ഷ്മിപ്രിയയുമായിട്ട് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഇതെല്ലാം കൂടെ താങ്ങാൻ ആവാതാണ് പുള്ളിക്കാരത്തി രാജിവെച്ചതെന്നാണ് പുള്ളിക്കാരത്തിന്റെ വെർഷൻ. എന്നാൽ അൻസിബ അവർക്ക് എഴുതി കൊടുത്ത കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഴ്സണൽ കാരണങ്ങളാൽ ഞാൻ രാജിവെക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ നിന്നാണ് ഗൈസ് എല്ലാത്തിന്റെയും തുടക്കം. പിന്നീട് നടക്കുന്നത് മൊത്തം അടിയോടടിയാണ്. അൻസിബ പറയുന്നത് പുള്ളിക്കാരത്തി അഭിപ്രായങ്ങൾ തുറന്നു പറയുന്നത് കൊണ്ട് പലർക്കും അൻസിബയെ കണ്ടുകൂടാം. അങ്ങനെ ടാർഗറ്റ് ചെയ്യാൻ തുടങ്ങി. അതിന്റെ പേരിലാണ് ഈ അവിഹിത ആരോപണങ്ങളും പോലീസ് കേസും എല്ലാം തനിക്കെതിരെ വന്നു എന്നുള്ളതാണ് അൻസിബയുടെ ആരോപണം. ടിനി ടോമും പ്രസിഡന്റായിട്ടുള്ള ശ്വേതാ മേനോനും ഈ കാര്യങ്ങൾ അപ്പാടെ തള്ളിയിട്ടുണ്ട്. അവർക്ക് ഇതിനെപ്പറ്റി വലിയ ധാരണയില്ലെന്നാണ് അവർ പറയുന്നത്. അൻസിബ ഇതൊരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് കെട്ടിച്ചമച്ചതാണെന്നാണ് അവരുടെ ആരോപണം. എന്നാൽ അൻസിബയ്ക്ക് അവിഹിതമുണ്ട് എന്ന് പറയുന്ന കാര്യം അൻസിബ ചെവിയാൽ കേട്ടിട്ടില്ല. അൻസിബ എടുത്ത് നീനാക്രൂ പറയുമ്പോഴാണ് ടിനി ടോം ഇങ്ങനെ പറഞ്ഞു എന്ന് അൻസിബ അറിയുന്നത്. അൻസിബ ആ കാര്യം കേട്ടിട്ടില്ല. ഇനി ടിനി ടോമിന്റെ മറുപടി കൂടെ നമുക്കൊന്ന് കേൾക്കാം. അല്ലാതെ ഒരു മോശമായ മെസ്സേജോ ഒരു മോശമായിട്ടുള്ള പ്രവർത്തനം എൻ്റെ കയ്യിൽ ഉണ്ടായിട്ടില്ല. ഇതിപ്പോൾ ഈ രാജി കത്ത് കൊടുത്തത് ഫെബ്രുവരി 21-ാം തീയതിയാണ് മെയിൽ വന്നത്. പക്ഷേ 22-ാം തീയതി തിരിച്ചയച്ചിട്ടുണ്ട്. ഇപ്പോൾ രാജിവെക്കരുത്, GS ഇവിടുത്തെ ജനറൽ സെക്രട്ടറി തിരിച്ചയച്ചിട്ടുണ്ട്. രാജിവെക്കരുത്, ജനറൽ ബോഡി വരെ കൊണ്ടുപോകണമെന്നും പറഞ്ഞ് പുള്ളിക്കാരി അയച്ചത് ഡെലിറ്റ് ചെയ്തു. അതിനുശേഷം മാർച്ച് 2-ന് ഞങ്ങളുടെ EC മീറ്റിങ്ങിലും ഇത് പറഞ്ഞിട്ടില്ല രാജിവെച്ചു എന്നുള്ളത്. പിന്നെ മെയ് 12-നാണ് EC മീറ്റിങ്ങിൽ ഇങ്ങനെ രാജിവെച്ചു എന്നുള്ളൊരു കാര്യം അറിഞ്ഞല്ലോ എന്ന് പറഞ്ഞിട്ട് സ്പീക്കറിലിട്ടു. എന്നിട്ട് ഈ കുട്ടിയോട് ചോദിച്ചു എന്താ രാജിവെക്കാൻ കാരണം എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ സ്വന്തമായിട്ടുള്ള എന്തുണ്ടെങ്കിലും തുറന്നു പറയണമെന്ന് പറഞ്ഞു. സ്വന്തമായിട്ടുള്ള തിരക്കുകൾ കാരണമാണ്, അല്ലാതെ വേറൊന്നുമല്ല. നമ്മുടെ സെക്രട്ടറിയും നമ്മുടെ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് ഇരിക്കുന്ന സ്ഥലത്ത് പേഴ്സണലായിട്ട് ചോദിച്ചിട്ട് ഒന്നുമില്ല, എൻ്റെ പേഴ്സണൽ തിരക്കുകളും കാരണമാണെന്നാണ് പറഞ്ഞത്. അതിനുശേഷം പെട്ടെന്ന് ഇന്ന് ക്യാമ്പ് കിടക്കായിരുന്നു, മെഡിക്കൽ ക്യാമ്പ് കിടക്കായിരുന്നു. അപ്പോഴാണ് പെട്ടെന്നൊരു പെട്ടിത്തെറി പോലെ. ഞാനിവിടെ സജീവമായിട്ട് ഞാൻ പ്രവർത്തിക്കുന്നവനാണ്, പ്രസംഗിക്കുന്നവരല്ലേ. നിങ്ങളുടെ മുന്നിൽ ഇതുവരെയായിട്ട് ഞാൻ വന്നിട്ടില്ലല്ലോ, അമ്മയുടെ കാര്യമായിട്ട് ഞാൻ ഒരു ഇതിന് വന്നിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ക്ലാരിഫിക്കേഷൻ തരുന്നത്. നമ്മൾ എക്സിബിഷനിസ്റ്റും അല്ല, ഞാൻ പ്രവർത്തിക്കുന്നവനാണ്. അപ്പോൾ പ്രവർത്തിക്കുന്നവരെ എന്തോ തകർക്കാനുള്ള ഒരു ഗൂഢാലോചന നടത്തുന്നത്. ഇതിനു മുമ്പ് ഇവിടെ ഇരുന്ന മാനേജറിൻ്റെ പേരിലാണ് പ്രശ്നം ഉണ്ടായത്. ആരോ പുള്ളിക്കാരത്ത് പറഞ്ഞു കൊടുത്തു. അതങ്ങനെ പറയരുതല്ലോ, നേരിട്ട് കേട്ടാലേ പറയാൻ പാടുള്ളൂ. അല്ലെങ്കിൽ അതോറിറ്റീസിനെ ഏൽപ്പിക്കണം. നമുക്കിവിടെ ഒരു നിയമ ഇതുണ്ടല്ലോ, അതായത് പോലീസ് സ്റ്റേഷനുണ്ട്, അവിടെ കൊണ്ടേ കൊടുക്കും. ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് വേറൊരാൾ പറഞ്ഞു. രാജിക്കപ്പുറത്തേക്ക് ഗുരുതരമായ ആരോപണങ്ങളാണ് അതെ. ഇപ്പൊ ഞാൻ പറയും, ഇപ്പൊ സ്റ്റേജ് ഷോസ് നടക്കുമ്പോൾ നമ്മൾ അങ്ങോട്ട് ഇങ്ങോട്ട് ഒച്ചയും ബഹളമൊക്കെ ഉണ്ടാവും. അത് ഞാൻ സ്റ്റേജ് ഇവന്റ്സ് നോക്കുന്നതാണ്. അപ്പോൾ ചിലപ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾ അങ്ങോട്ട് ഇങ്ങോട്ട് ചീത്ത വിളിക്കുന്നതല്ലാതെ പേഴ്സണൽ വിളിച്ചിരിക്കുന്നതല്ല. പിന്നെ ഞാൻ ഇങ്ങനെ പറയുന്നത് കേട്ടു എന്ന് വേറെ ആൾ പറഞ്ഞു കൊടുക്കുന്നു. ഞാനിങ്ങനെ വിളിച്ചിട്ടില്ല. എനിക്കെങ്ങനെയാണ് ഇസ്ലാമിലേക്ക് അല്ലെങ്കിൽ ജിഹാദി, എൻ്റെ കൂട്ടുകാർ മൊത്തം മുസൽമാന്മാരാണ്. ഇപ്പോൾ ഇവിടെ വരുന്നവരെല്ലാം എൻ്റെ അടുത്തുള്ള കറുകപ്പള്ളിയിൽ എൻ്റെ സുഹൃത്തുക്കളാണ്. മമ്മൂക്ക അത് അവര് ലൊക്കേഷനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ടായ സംസാരങ്ങൾ. അപ്പൊ ടിനി ടോം പറയുന്നത് പുള്ളിക്കാരൻ അങ്ങനെ ഒരു കാര്യങ്ങളെ പറഞ്ഞിട്ടില്ല. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റേജ് ഷോയുടെ ഭാഗമായിട്ട് എന്തെങ്കിലും തെറി വിളിച്ചിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. അത് അവരുടെ ഒരു സൗഹൃദത്തിന് പുറത്ത് വിളിച്ചതാണെന്നുള്ള രീതിയിലാണ് പുള്ളിയുടെ മറുപടി. അല്ലാതെ അണ്ടറിൽ കൂടെ ഈ അടികൂടുള്ള പരിപാടി എന്ന് പറഞ്ഞ് പുള്ളിക്കാരൻ അൻസി പറഞ്ഞ കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് തള്ളിയിട്ടുണ്ട്. പുള്ളി പറയുന്നത് പുള്ളിക്കെതിരെ ഗൂഢാലോചന നടക്കുന്നതാണ്. ഇവിടുത്തെ ഏറ്റവും വലിയ ആരോപണം അൻസിബയെ ജിഹാദി എന്ന് വിളിച്ചു എന്നുള്ളതാണ്. ഇത് പറയാനുള്ള ഒരു കാരണമുണ്ട്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അമ്മയുടെ കുടുംബ സംഗമം പരിപാടി ഇത് സ്പോൺസർഷിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അമ്പലം മുന്നോട്ട് വരികയുണ്ടായി. ഈ സംഭവത്തെ അൻസിബ എതിർത്തു. ഒരു മതവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു സംഘടനയുടെ അല്ലെങ്കിൽ ഒരു അമ്പലത്തിന്റെ സ്പോൺസർഷിപ്പ് ആവശ്യമുണ്ടോ എന്നുള്ള തരത്തിലുള്ള ചോദ്യങ്ങൾ അൻസിബ ഉന്നയിച്ചു. അതിനുശേഷമാണ് അൻസിബയ്ക്ക് ഇങ്ങനെയുള്ള അറ്റാക്കുകൾ വന്നതെന്നാണ് അൻസിബയുടെ വെർഷൻ. എന്നാൽ ലക്ഷ്മിപ്രിയ ഒരു കാര്യം ഡിഫെൻഡ് ചെയ്യുന്നുണ്ട്. പുള്ളിക്കാരത്തി പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ആ ഒരു കാര്യം അൻസിബ മാത്രമായിരുന്നില്ല എതിർത്തത്, പല ആളുകളും എതിർത്തു. എന്നിട്ട് വൈ അൻസിബ ഉള്ളി എന്നാണ് പുള്ളിക്കാരത്തിയുടെ ചോദ്യം. അപ്പം ഈ ജിഹാദി പ്രയോഗം വിളിച്ചതായിട്ട് ആരും തന്നെ കേട്ടിട്ടില്ല. ഈ പറയുന്ന നീനാക്കുറുപ്പ് മാത്രമാണ് അൻസിബയെ ജിഹാദി എന്ന് ടിനി ടോം വിളിച്ച കാര്യം കേട്ടിട്ടുള്ളത്. ഈ സെയിം കാര്യം തന്നെ ശ്വേതാ മേനോൻ, പ്രസിഡന്റ് ആയിട്ടുള്ള ശ്വേതാ മേനോനും പറയുന്നുണ്ട്, ഞങ്ങൾ ആരും കേട്ടിട്ടില്ല ഇതെന്ന്. അപ്പം ഈ അമ്പലത്തിന്റെ വാർത്തകൾ പുറത്തോട്ട് വന്നിട്ടുണ്ട്. വെണ്ണല മഹാദേവ ക്ഷേത്രം അമ്മയുടെ കുടുംബ സംഗമത്തിന് നൽകിയത് 75 ലക്ഷം രൂപയാണ്. കുക്കു പരമേശ്വരനും ദല്ലാൽ നന്ദകുമാറുമാണ് സ്പോൺസർഷിപ്പ് കരാറിൽ ഒപ്പുവെച്ചത്. അപ്പം അമ്മയുടെ സ്പോൺസർഷിപ്പിനായി മുന്നോട്ട് വന്ന അമ്പലത്തിന്റെ പേര് വെണ്ണല തൈക്കാട്ട് ശ്രീ മഹാദേവ ക്ഷേത്രം. ഏതാണ്ട് 75 ലക്ഷം രൂപയാണ് ഈ അമ്പലം സ്പോൺസർഷിപ്പിനായിട്ട് ഇവർക്ക് നൽകാമെന്ന് ഏറ്റത്. മതവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന സ്പോൺസർഷിപ്പ് പാടില്ല എന്ന് ഇവരുടെ ബൈലോയിലുണ്ട് അമ്മയുടെ.
എന്നാൽ ഭൂരിഭാഗം മെമ്പേഴ്സും ഇതിനെ അനുകൂലിച്ചത് കാരണം ഇവരത് ഏറ്റെടുക്കുകയായിരുന്നു. എന്ത്? ഈ അമ്പലത്തിന്റെ സ്പോൺസർഷിപ്പ് ഏറ്റെടുക്കുകയായിരുന്നു. ഇതിൽ എന്തെങ്കിലും ഒരു അസ്വാഭാവികത നിങ്ങൾക്ക് തോന്നിയാ? തോന്നിയില്ലെങ്കിലുള്ള അതിശയം. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അമ്പലത്തിന്റെ ചെയർമാനായിട്ടിരിക്കുന്ന വ്യക്തി ദല്ലാൽ നന്ദകുമാറാണ്. അദ്ദേഹത്തിന്റെ കുടുംബക്ഷേത്രമാണിത്. ഇദ്ദേഹം ആരാണെന്ന് അറിയത്തില്ല, ഞാൻ പറഞ്ഞുതരാം. പുള്ളി ഒരു വിവാദ നായകനെന്നോ കൊച്ചച്ചനെന്നോ ഒക്കെ പറയാവുന്ന ഒരു വ്യക്തിയാണ്. ഒരു മലയാളി ഇല്ലുമിനാറ്റി വേർഷൻ. മൊത്തത്തിലൊരു ദുരൂഹതയാണ് ഇങ്ങേരുടെ കാര്യങ്ങൾ. ഒന്നല്ല രണ്ടല്ല കുറെ കേസുകളിൽ ഇങ്ങേരുടെ പേര് വന്നിട്ടുണ്ട്, അതും ഹൈ പ്രൊഫൈൽ കേസുകളിൽ. നമ്മുടെ മുഖ്യമന്ത്രിയുടെ കത്തടക്കം അംബാനി വരെ ഉൾപ്പെടും അതിനകത്ത്. 2023 24 വന്നൊരു ആർട്ടിക്കിളാണ്, ഒന്ന് വായിക്കാം. സോളാർ പീഡന കേസിലെ പരാതിക്കാരുടെ കത്ത് അവരുടെ കയ്യിൽ നിന്ന് വൻതുക നൽകി വാങ്ങിയതും അതൊരു ചാനലിലൂടെ പുറത്തുവിടുന്നതിൽ പ്രത്യേക താല്പര്യം എടുത്തുവെന്ന് CBI ആരോപിക്കുന്ന TG നന്ദകുമാർ. അപ്പം അണ്ണന്റെ ലെവല് മനസ്സിലായല്ലോ. ബാക്കിയും കൂടെ. ന്യായാധിപന്മാരെ സ്വാധീനിക്കുന്ന വ്യവഹാര ദല്ലാൾ, കോർപ്പറേറ്റുകളുടെ ഇടനിലക്കാരനായി നിന്ന് അവരുടെ താല്പര്യം സംരക്ഷിക്കാൻ രാഷ്ട്രീയക്കാരെ ഉപയോഗിക്കുന്ന കൺസൾട്ടന്റ്, അനധികൃത സ്വത്ത് സമ്പാദനത്തിനും ഡേറ്റാ സെന്റർ അഴിമതി കേസുകളിലും സർക്കാർ CBI അന്വേഷണത്തിന് വിജ്ഞാപനം പുറപ്പെടുവിച്ച കേസിലെ പ്രതി, ആദായ നികുതി വകുപ്പിന്റെയും ഇന്റലിജൻസ് ബ്യൂറോയിന്റെയും അന്വേഷണം നേരിട്ട ആൾ, മുകേഷ് അംബാനിയുടെയും അദാനിയുടെയും കൺസൾട്ടന്റായി പ്രവർത്തിച്ചിരുന്നയാളെന്ന നിരവധി വിശേഷണങ്ങളാണ് നന്ദകുമാറിനുള്ളത്. അപ്പൊ അണ്ണന്റെ ലെവല് മനസ്സിലായല്ലോ. മൊത്തത്തിലെ അടിമുടി ദുരൂഹതയായിട്ടുള്ള ഒരു മനുഷ്യനാണ് നമ്മുടെ നന്ദകുമാർ. ഇയാൾ ചെയർമാനായിട്ടിരിക്കുന്ന അമ്പലത്തിനാണ് ഇവർക്ക് സ്പോൺസർഷിപ്പ് നൽകിയിരിക്കുന്നത്. അണ്ണന്റെ ഒരു റെസ്പോൺസ് വന്നിട്ടുണ്ട്, അത് ഞാനൊന്ന് വെക്കാം. ഇതിപ്പം വഴിതിരിച്ച് ബ്രാഞ്ച് പോലാണ് ഈ കേസ് പൊക്കോണ്ടിരിക്കുന്നത്. അതാണ് പ്രശ്നം. അമ്മയുടെ കുടുംബ സംഗമം നടത്തുന്നതിന് ഒരു സ്പോൺസർ വേണമെന്ന് അമ്മ പ്രസിഡന്റ് അമ്പലത്തിൽ വന്നപ്പോൾ ആവശ്യപ്പെട്ടു. ശ്വേതാമേനൻ അങ്ങോട്ട് പോയി ആവശ്യപ്പെട്ടെന്ന് സ്പോൺസർഷിപ്പ് വേണമെന്ന്. ഞാൻ ചോദിച്ചു, ക്ഷേത്രമാണ് എടുക്കാമോ എന്ന് ചോദിച്ചു. ഞാൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഡിസ്കസ് ചെയ്തിട്ട് അറിയിക്കാമെന്ന് പറഞ്ഞു. എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഡിസ്കസ് ചെയ്തിട്ട് എടുക്കാമെന്ന് പറഞ്ഞു. പരസ്യം കൊടുത്തു. അമ്മയുടെ കുടുംബ സമൂഹത്തിന് എന്താ തെറ്റ്? ഒന്ന്, കാരണം പണ്ട് KSRTCയിൽ ബസ്സിൽ പരസ്യം സെൻകുമാർ DGP ആയിരിക്കുമ്പോൾ ദേവാലയങ്ങളിലെ സമ്മതിക്കില്ലായിരുന്നു. ആദ്യമായിട്ട് ഞങ്ങളെ പരസ്യം ചെയ്ത്. ഇപ്പം എല്ലാം ദേവാലയമേ ഉള്ളൂ. ശരിക്കും ശ്വേതാമേനോൻ വന്ന് ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് പരസ്യം കൊടുത്തത്. ശ്വേതാമേനോൻ ആവശ്യപ്പെട്ടെന്ന് വെച്ചാൽ അവർ അമ്മയുടെ പുതിയ പ്രസിഡന്റ് ആയപ്പോൾ നല്ലൊരു തുക കിട്ടിയാൽ അവരുടെ സാമൂഹ്യ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാൻ അക്കൗണ്ട് വഴി തരാൻ പറഞ്ഞു. 30 ലക്ഷം കൊടുത്തു. ബാക്കി ഇപ്പൊ കൊടുക്കാൻ പോണേ ഉള്ളൂ. എത്ര ലക്ഷത്തിനായിരുന്നു ശരിക്കും അഗ്രിമെന്റ്? 75. അപ്പോൾ ബാക്കി കൊടുക്കുന്നതിൽ എന്തെങ്കിലും തർക്കമുണ്ടോ? തർക്കമൊന്നുമില്ല. പിന്നെന്താണ് ലേറ്റ് ആവും കാര്യം? ഞങ്ങൾക്ക് അതിന്റെ ബില്ലും പെൻ ഡ്രൈവും എല്ലാം കിട്ടാത്തതുകൊണ്ടായിരുന്നു. അതിപ്പോ 31/5 തരും. തന്നെ കൊടുക്കും. കൊടുക്കും. പിന്നെന്താ? ശരിക്കും അങ്ങനെ അല്ല, എഗ്രിമെന്റ് പറഞ്ഞ കാര്യമല്ലേ, കൊടുക്കാണ്ട് പറ്റുമോ? ആകെ 75 ലക്ഷത്തിന്റെ, അതായത് ആ തുകയ്ക്കുള്ള പരസ്യമൊന്നും അല്ലെങ്കിൽ പോലും പരസ്യം ചെയ്യുന്ന എന്തിനാ? വരവ് വരാൻ വേണ്ടിയിട്ട്. ഇത് അണ്ണനറിയാം ആ തുകയ്ക്കുള്ള പരസ്യം വരാം. നമ്മളൊരു ദാനം പോലെ, അമ്മയ്ക്ക് ദാനം. ശ്വേതാമേനോൻ എന്ന് പറഞ്ഞൊരു വനിത ആദ്യമായിട്ട് അമ്മയുടെ തലപ്പത്ത് വന്നപ്പോൾ എനിക്ക് ഒരു തുടക്കത്തിന് ഒരു സഹായമാവെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ സഹായിച്ചു. അല്ലെന്താ തെറ്റ്? ഒരു ദരിദ്ര വനിത അമ്മയുടെ തലപ്പത്ത് നിന്നപ്പോ പാവപ്പെട്ട വനിതയെ സഹായിക്കാൻ വേണ്ടി അണ്ണൻ ചെയ്തൊരു ദാനം. എടേ 75 ലക്ഷം രൂപ കൊടുത്ത് ജീവിച്ച പൊക്കോട്ടെ, കഞ്ഞി പിടിച്ച് പൊക്കോട്ടെ ശ്വേതാമേനോനെ. ക്ഷേത്രത്തിൽ പല പരിപാടിക്കും വന്നിട്ടുണ്ട്. ആ പരിചയമുണ്ട്. മനസ്സിലായ? പിന്നെ ഒരു പരിപാടിക്ക് അവർ ഫ്രീ ആയിട്ടല്ല വന്നേക്കണ. അവിടെ വന്ന എല്ലാവരും പെയ്ഡാണ്. മനസ്സിലായി? ഇപ്പൊ ഈ വിവാദത്തിൽ വന്ന അൻസിബ ചെറുപ്പമായിരുന്ന കാലത്ത്, മനസ്സിലായില്ലേ, അമ്പലത്തിൽ വന്നിട്ടുണ്ട് റസൂൽ പൂക്കുട്ടിയോടൊപ്പം. പിന്നെ അവിടെ ജാതി പരിഗണനയൊന്നുമില്ല. റസൂൽ പൂക്കുട്ടിക്ക് ഓസ്കർ കിട്ടിയപ്പോൾ ആദ്യം കൊണ്ടുവന്നത് ഞങ്ങളാണ്. മനസ്സിലായില്ലേ? അവിടെ ആ പരിഗണനയൊന്നുമില്ല. മനസ്സിലായില്ല? ഇത് അമ്പലവാദോ വല്ല ക്ലബ്ബാ? ആദ്യം കൊണ്ടുവന്ന് ഞങ്ങള് ഫുള്ള് പബ്ലിസിറ്റി. നമ്മുടെ സിനിമയിൽ പഴയ ഒരു വിവാദം ഉണ്ടായ നടിയുണ്ടല്ല, ഒരു കാലത്ത് മലയാള സിനിമ പുറകോട്ട് പോയപ്പാ. അൻസിബ ശരിക്കും മുമ്പ് ഈ ക്ഷേത്രത്തിൽ വരികയും നിങ്ങളെ പണം പറ്റുകയും ചെയ്തിട്ടുണ്ട്. പണം പറ്റിയെന്നല്ല, അവിടെ വരുന്നവരെ നമ്മൾ ഫ്രീ ആയിട്ട് ആരെയും ഞങ്ങള്. ഈ ശരിക്കും ഇപ്പോൾ വരുന്ന പ്രധാനപ്പെട്ട ചോദ്യം, ഒരു ക്ഷേത്രം എന്തിനവർക്ക് പരസ്യം നൽകണം എന്നുള്ളതാണ്. അതിനുള്ള ഉത്തരവ് എന്താ? ഞങ്ങൾ എന്തോരം പരസ്യം കൊടുക്കണം. അതും അമ്മ സംഘടനയ്ക്ക് എന്തിനു പരസ്യം? അമ്മ സംഘടന അങ്ങനെ ഒരു മോശമുള്ള സംഘടന അല്ലല്ലോ. ഞങ്ങളുടെ ഉത്സവ കാലത്ത് മിനിമം 6 താരങ്ങളിലും പങ്കെടുക്കും. ദൈവത്തിന് ഒരു റോളും ഇല്ല ഉത്സവത്തിന്. ദൈവമൊക്കെ സെക്കൻഡറി. ദൈവം അങ്ങോട്ട് മാറിയേക്ക്. എടാ ഞാൻ പരമശിവനൊക്കെ പിന്നെ നാളെ തൊട്ട് പരമശിവനായിക്കോ. പരമശിവൻ ഇപ്പൊ തൽക്കാലം അങ്ങോട്ട് മാറി. ഇതാ അവിടുത്തെ സെറ്റപ്പ്. 2008 തൊട്ട് നോക്ക്. അപ്പൊ ഞങ്ങൾ അവരോട്ട് ബന്ധമുണ്ട്. പിന്നെ കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കലല്ലേ അമ്പലപ്പറമ്പിന്റെ ഉദ്ദേശം. അതുകൊണ്ട് ഞങ്ങൾ കാശ് കൊടുത്തു. അതുകൊണ്ട് ഒരു പ്രോത്സാഹനം എന്നുള്ള നിലയ്ക്കുള്ള എന്തെങ്കിലും ഭയങ്കര പ്രോത്സാഹനോടെ ഇത്രയും പ്രോത്സാഹിപ്പിക്കുന്ന കലാകാരന്മാരെ
ഇത്രയും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു അമ്പലം വേറെ ഇല്ല. അത് അമ്മയിലെ കലാകാരന്മാരെ തന്നെ, വേറെ മിമിക്രി ആർട്ടിസ്റ്റിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കാൻ പിന്നെയും കുഴപ്പമില്ല. പൈസ ഇല്ലാത്ത ആൾക്കാരെയാണ് ഇവർ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ദരിദ്രയായിട്ടുള്ള ശ്വേതാ മേനോൻ പോയൊരു സഹായം അഭ്യർത്ഥിച്ചപ്പോൾ സഹായം ചെയ്ത ആ ചേട്ടന്റെ വലിയ മനസ്സിന് 1 കോടി പ്രണാമം. അണ്ണന്റെ ആ വലിയ മനസ്സ് കാണാതെ പോകരുത് നിങ്ങൾ ആരും കേട്ടോ. ചേട്ടൻ വളരെ ഒരു സ്ത്രീപക്ഷത്ത് നിൽക്കുന്ന ആളാണ്, നമുക്ക് മനസ്സിലായ ഒരു കാര്യം. ഇത്രയും സഹായിക്കാൻ വേണ്ടിയിട്ട് അമ്പലത്തിന് എവിടുന്നിടെ വരുമാനം, അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. അതും നമ്മുടെ റിപ്പോർട്ടർ ചോദിച്ചിട്ടുണ്ട്, അതിന്റെ മറുപടിയുടെ പുള്ളി പറഞ്ഞേക്ക്. തലപ്പത്ത് വന്നപ്പോ കാര്യമായി എന്തെങ്കിലും ചെയ്യാമോ എന്ന് ചോദിച്ചു, ചെയ്തു. അതിനുള്ള വരുമാനമൊക്കെ ക്ഷേത്രത്തിനുണ്ടോ? 75 അല്ല, ഞാൻ ചോദിക്കട്ടെ, ആ ചോദ്യത്തിനുള്ള മറുപടി നിങ്ങളോടല്ല പറയണ്ട, ഇൻകം ടാക്സിനോടാണ്. ഞങ്ങൾ ഒരു എക്സംഷനും വാങ്ങാതെ, ഞങ്ങൾക്ക് ഒരു എക്സംഷനും ഇല്ല. കാരണം കൃത്യമായി കണക്ക് കൊടുത്ത് ടാക്സ് അടച്ചു പോണവരാ. എന്നോട് എൻ്റെ ചാർട്ടേഡ് അക്കൗണ്ടന്റ് അല്ല ടാക്സ് കൺസൾട്ടന്റ് എക്സംഷൻ എടുക്കാൻ പറഞ്ഞു. നമ്മൾ ഞങ്ങൾക്ക് വേണ്ട, ടാക്സ് അടച്ച പ്രശ്നമില്ലല്ലോ, സോഴ്സ് കാണിച്ചാൽ പോരെ. അക്കൗണ്ടിൽ വന്ന പണമല്ലേ അക്കൗണ്ടിൽ കൊടുക്കണുള്ളൂ. അവിടെ കേക്ക് മുമ്പ് അവിടെ ഒരു മാസം ഒരു 7-8 ലക്ഷം രൂപ വരെ പിരിയും. അതിനകത്ത് നമ്മൾ ഈ ഒരു മാസം 7-8 ലക്ഷം, 8 കൂട്ടിക്കോ, 12 × 8 80 96 ലക്ഷം രൂപ. അപ്പം ഒരു വർഷം 96 ലക്ഷം രൂപ പിരിഞ്ഞതിൽ നിന്ന് 75 ലക്ഷം രൂപ അമ്മയ്ക്ക് സ്പോൺസർഷിപ്പിന് വേണ്ടി അണ്ണൻ കൊടുത്ത്. സീരിയസ്ലി, അമ്പലത്തിനൊന്നും വേണ്ടേ? അമ്പലത്തിന് നടത്തിപ്പിനൊന്നും വേണ്ടേ? 12,000 വർഷം പഴക്കമുള്ള ഏതോ അമ്പലമാണെന്നാണ് ഞാൻ ഗൂഗിൾ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത്. അപ്പം 96 ലക്ഷം രൂപ മാക്സിമം ആണ്. 96 ലക്ഷം 75 ലക്ഷം അമ്മയ്ക്ക് ദാനമായിട്ട് കൊടുക്കും. ശ്വേതാമേനെ എന്ന് പറഞ്ഞാ മോളെ 75 ലക്ഷം അങ്ങ് കൊണ്ടുപോയി പെരയെടുത്ത് മോളെ എന്ന് പറഞ്ഞു കൊടുത്തു. ഇത് വാടേ അണ്ണന്റെ ആ ഒരു മനസ്സ്, വല്ലാത്തൊരു മനസ്സ് തന്നെ കേട്ടാ. പറയുന്നതിൽ മൊത്തം അടിമുടി ദുരൂഹത. ഈ ബാങ്ക് സ്റ്റേറ്റ്മെന്റിന്റെ കോപ്പി എടുത്താ പണ്ട് 10 പേജ് ഉണ്ടായത്, ഇപ്പൊ 400 പേജാണ്. 10 അർത്ഥത്തിലുള്ള വരുമാനം ക്ഷേത്രത്തിനുണ്ട്. അല്ല, 10 രൂപ ഗൂഗിൾ പേ വരാ. കക്കാൻ അറിയാമെങ്കിൽ നിൽക്കാനും അറിയാന്ന് ആ ഒരു പഴഞ്ചൊല്ലി കണ്ടുപിടിച്ച് ഈ പുള്ളിയാ കേട്ടാ. മുഖം നോക്കി വെച്ചു, അക്കൗണ്ടന്റായി 2. അതിൽ തോന്നുന്നൊരു കാര്യം, ഈ അങ്ങനെ ഒരു ക്ഷേത്രത്തിന് ഈ വലിയ തോതിൽ 75 ലക്ഷമൊക്കെ അമ്മയൊക്കെ ഒറ്റടിക്ക് കൊടുത്തില്ലല്ല, ഒറ്റടിക്കല്ലല്ലോ കൊടുത്തത്. 30 ലക്ഷമല്ലേ കൊടുത്തിട്ടുള്ളൂ, ബാക്കി ഇപ്പോഴും കൊടുത്തല്ല. ഞാൻ നിങ്ങളോട് ചോദിക്കണ ചോദ്യം കേക്ക്. ഞങ്ങൾ അപ്പൊ അതാണ് കാര്യം. ഇപ്പൊ ശബരിമലയിലിരിക്കുന്ന അയ്യപ്പനും ഗുരുവായൂരപ്പനും ഒക്കെ പെണ്ണല്ല മഹാദേവന്റെ അടുത്ത് ചോദിക്കും, ഞങ്ങൾ ആരാ പറഞ്ഞു വരുമ്പോ അവരെക്കാളും വരുമാനം ഉണ്ട് അണ്ണന്, വെണ്ണല മഹാദേവന്. നിങ്ങൾ മറ്റേ ഭരതനാട്യം 2 മോഹിനിയാട്ട സിനിമ കണ്ട? അതിനകത്ത് ആ പറയുന്ന കഥ യാഥാർത്ഥ്യമാണെന്ന് എനിക്കിപ്പോ മനസ്സിലായി. ആ കഥയിൽ പറയുന്ന സാങ്കല്പിക അമ്പലം അല്ല ഗൈസ്, അങ്ങനെ ഒരു അമ്പലം ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇങ്ങനെ മറ്റേ ബ്ലാക്ക് ഇടപാടൊക്കെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയേക്കുന്ന ഒരു വാഷിംഗ് മെഷീൻ പോലാണ് ഇപ്പൊ ആ അമ്പലം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഐതിഹ്യമൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഇതിനേക്കാളും കോമഡി ആയിരിക്കും മറ്റേ സിനിമയ്ക്കകത്ത് കൂട്ടി. അവിടുത്തെ എന്താണ് പ്രസാദം, മിച്ചറും സംഭാരവും വല്ലതും ആണോ പ്രസാദം? ഐതിഹ്യം എന്താണോ എന്തോ ദൈവത്തിനറിയാം. ഇപ്പോഴത്തെ ഏറ്റവും നല്ല ബിസിനസ് മോഡലാണ് അമ്പലം. കാരണം സോഴ്സ് ഒന്നും കാണിക്കണ്ട, സംഭാവന വരുന്നില്ലയോ, വെളുപ്പിച്ചെന്തോരം എടുക്കാൻ പറ്റും. ഭക്തിയെ കച്ചവടമാക്കുകയാണ്, ഭക്തിയെ. അതും സിനിമാ നടന്മാർ നടിമാരെയൊക്കെ വെച്ചിട്ട്. ദൈവത്തിനൊന്നും യാതൊരു വില പോലും ഇല്ല. അമ്പലത്തിന് എന്തിനാണ് പബ്ലിസിറ്റി? ദൈവത്തിന് എന്തിനാണ് പബ്ലിസിറ്റി? ദൈവത്തിന് PR വർക്കിന്റെ ആവശ്യമുണ്ടോ? ദൈവങ്ങളുടെയൊക്കെ ഒരു ഗതികേട് നോക്കണേ. വാടാ വന്ന് എന്നെ തൊഴു എന്ന് പറഞ്ഞ ആളെ പബ്ലിസിറ്റി കാണിച്ച് വിളിച്ചു കൂട്ടുക. ഞാൻ അനുഗ്രഹിക്കുകയൊക്കെ ചെയ്യും കേട്ടോ, ഇവിടെ വന്ന് നല്ലത് കിട്ടും കേട്ടോ. മഹാദേവനെ കൊണ്ട് പറയിപ്പിക്കുന്ന പോലെ വന്ന് തൊഴുതിട്ട് പോടാ. ദൈവത്തിന്റെ ഗതികേട്. എന്തിനാടോ പരമശിവനെ ഇങ്ങനെ പറയിപ്പിക്കുന്നത്? ദൈവഭയം വേണം, ദൈവഭയം വേണമെന്ന് കാരണവന്മാര് പറയുമായിരുന്നു. ഇപ്പൊ നേരെ തിരിച്ചാ, ദൈവമേ ഭയക്കണം കേട്ടോ. ആ സെറ്റപ്പ് ഇപ്പം ദൈവത്തിന് ഭയം വേണം, ആ ഒരു സെറ്റപ്പിലാ പോകുന്നത്. അല്ലെങ്കിൽ കോടകം വരെ ഊരി വിട്ടികളയുടെ ഉമ്മാതിരി ഐറ്റംസ്. അപ്പം ജിഹാദിയും അമ്പലവും എന്ന് പറയുന്ന അധ്യായം ഇവിടോട് തീർന്നിരിക്കുകയാണ് ഗൈസ്. അധ്യായം നമ്പർ 2, അൻസിബ വേഴ്സസ് ലക്ഷ്മിപ്രിയ. അൻസിബയും ലക്ഷ്മിപ്രിയയും തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടാവുകയും ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് കമ്മിറ്റി ഇടപെട്ടിട്ടില്ല. അത് പിന്നീട് ഒരു പോലീസ് കേസായി മാറുകയും തന്നെ തൃപ്പൂണിത്തുറ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി 3 മണിക്കൂറോളം സ്റ്റേഷനിലിട്ട് ഹരാസ് ചെയ്തു എന്നുള്ളതാണ് അൻസിബയുടെ അലിഗേഷൻ. ഇതിനൊക്കെ കാരണമായിട്ട് പറയുന്നത് അൻസിബ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ സഭയിൽ ഉന്നയിക്കുന്നത് കൊണ്ട് അൻസിബയെ തകർക്കാൻ വേണ്ടിയിട്ട്, അൻസിബയെ അടിച്ചമർത്താൻ വേണ്ടിയിട്ടാണ് ഈ പോലീസ് കേസും കെട്ടിച്ചമച്ചത് എന്നുള്ളതാണ് അൻസിബയുടെ വാദം. അൻസിബ പറയുന്നത് കേൾക്കാം. എനിക്ക് അത്രേ പറയാനുള്ളൂ. ഞാൻ അമ്മയിലേക്ക് ഒഫീഷ്യലി പരാതി അയച്ചിട്ടുണ്ട്. ശ്വേതാമേനോൻ പറയുന്നത് ഇന്ന് ടെലിവിഷനിൽ ഈ കാര്യങ്ങൾ വന്നതിന് ശേഷമാണ് അൻസിബയുടെ ഒരു പരാതി വന്നതെന്നാണ്. അതെ, തീർച്ചയായും. എന്തുകൊണ്ട് നേരത്തെ പരാതി കൊടുത്തിട്ടില്ല? അവിടെ പരാതി പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്കെതിരെ മറ്റൊരു വനിതാ എക്സിക്യൂട്ടീവ് അംഗം തൃപ്പൂണിത്തുറ പോലീസ് സ്റ്റേഷനിൽ ഒരു വ്യാജ പരാതി കൊടുത്തു. അന്ന് ഞാൻ മറ്റൊരു വനിതാ എക്സിക്യൂട്ടീവ് അംഗം ലക്ഷ്മിപ്രിയ മാക്സിമം എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ ഗ്രൂപ്പിൽ ഞാൻ പറഞ്ഞതാണ്, ഞാൻ പരാതി അയച്ചതാണ്, ഞാൻ പറഞ്ഞതാണ് ഇത് നിങ്ങൾ അന്വേഷിക്കണമെന്ന്. 2 ഭാരവാഹികൾ തമ്മിലൊരു പ്രശ്നം ഉണ്ടെങ്കിൽ ദിസ് ഇസ് നത്തിങ് ടു ഡു വിത്ത് അമ്മ എന്നാണ് പ്രസിഡന്റ് എന്നോട് പറഞ്ഞത്.
ഒരു സംഘടനയിൽ രണ്ട് ഭാരവാഹികൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ ആ സംഘടനയിൽ ന്യായമായിട്ട് എന്താ ചെയ്യുക? പോലീസ് സ്റ്റേഷനിൽ പോകുന്നതിൻ്റെ മുന്നേ ഇവിടെ വന്ന് പരിഹരിക്കുമെന്ന് കോമൺ സെൻസുള്ള ആളുകൾ പറയുമോ പറയില്ലേ? നിങ്ങൾ തന്നെ ഉത്തരം പറ. അല്ല, നിങ്ങൾ പറയൂ. എന്താ നിങ്ങൾക്ക് ഉത്തരമില്ലേ? അല്ല, നിങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു കോമൺ സെൻസ് വെച്ച് നിങ്ങൾ, ഞാൻ ചോദിക്കുന്നത്, നമ്മളൊരു പരാതി, ഞാൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ എനിക്കെതിരെ മറ്റൊരു എക്സിക്യൂട്ടീവ് അംഗം പരാതി കൊടുത്തു. അത് നിങ്ങളിവിടെ അന്വേഷിക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്, അന്വേഷിക്കേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. അന്വേഷിക്കണം എന്ന് പറഞ്ഞപ്പോൾ ദിസ് ഈസ് നത്തിങ് ടു ഡു വിത്ത് അമ്മ എന്നാണ് പ്രസിഡന്റ് എന്നോട് പറഞ്ഞത്. ടിനി ടോം ചേട്ടൻ ഗ്രൂപ്പിൽ വന്ന് മെസ്സേജ് ഇട്ടത് ഇങ്ങനെയുള്ള ഊള കേസൊന്നും ഇവിടെ എടുക്കാൻ പറ്റൂല എന്നാണ്. അങ്ങനെ എനിക്ക് അവിടെ ഒരു നീതി കിട്ടിയിട്ടില്ല. ഞാൻ ആ പോലീസ് സ്റ്റേഷനിൽ പോയി 3 മണിക്കൂറാണ് ഹറാസ് ചെയ്യപ്പെട്ടത്. വിവരാവകാശ നിയമപ്രകാരം ഞാൻ ഇട്ടു, CCTV വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടെ 3 മണിക്കൂർ ഇരുന്നതിൻ്റെ അകത്തെയും പുറത്തെയും ദൃശ്യങ്ങൾ തരണമെന്ന്. എനിക്കിത് ഇത് വന്നത് റിപ്ലൈ വന്നത് അവിടെ CCTV വെച്ചിട്ടില്ല എന്നാണ്. പിന്നെ ഞാൻ എന്തൊക്കെ 2-3 ക്വസ്റ്റ്യൻസ് അയച്ചു. പരാതിക്കാരി എനിക്കെതിരെ പരാതി നൽകിയ ആളുടെ ഭർത്താവിനെതിരെ FIR ഇട്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതിൻ്റെ കോപ്പി വേണം. അത് മറ്റൊരു വ്യക്തിയുടെ കാര്യമായതുകൊണ്ട് തരാൻ പറ്റൂല. ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഗൂഢാലോചന നടന്ന് എനിക്കെതിരെ നടന്ന് ഒരു ചെറിയ ഒരു കാര്യം പറഞ്ഞ് വളച്ചൊടിച്ച് എനിക്കെതിരെ ഒരു വ്യാജ പരാതി കൊടുത്ത് 3 മണിക്കൂർ ഞാൻ ആ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഞാൻ ഹരാസ് ചെയ്യപ്പെട്ടു, ലിറ്ററലി. അതിൻ്റെ ട്രോമ മാറിയിട്ടില്ല ഇപ്പോഴും രാത്രി ഉറങ്ങുമ്പോൾ ഞാൻ ആലോചിക്കും എന്തിനാണ് അങ്ങനെ ചെയ്തതെന്ന്, ഒരു കാര്യമില്ലാതെ. അത് ഞാൻ കമ്മിറ്റിയിൽ എൻ്റെ അഭിപ്രായങ്ങൾ, ഞാൻ എല്ലാ അഭിപ്രായത്തോടും യോജിച്ച് പോകുന്നില്ല. എനിക്ക് താല്പര്യമില്ലാത്തത് അല്ലെങ്കിൽ എനിക്ക് ശരിയാണെന്ന് തോന്നുന്ന അഭിപ്രായത്തോട് ഞാൻ കൂടെ നിൽക്കാറുണ്ട്. തെറ്റാണെന്ന് തോന്നുന്നതിൻ്റെ കൂടെ ഞാൻ നിൽക്കാറുമില്ല. എൻ്റെ എതിർപ്പ് ഞാൻ പ്രകടിപ്പിക്കാറുണ്ട്, മിനിറ്റ്സിൽ അത് എഴുതാറുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ലക്ഷ്മിപ്രിയ ഇത് കഴിഞ്ഞതിന് ശേഷം, അൻസിബയുടെ റെസ്പോൺസ് വന്നതിന് ശേഷം ഒരു പ്രസ് മീറ്റ് ലക്ഷ്മിപ്രിയ വിളിച്ചു വരുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഈ ഒരു കാര്യത്തെപ്പറ്റി ലക്ഷ്മിപ്രിയ പറയുന്നുണ്ട്, എന്താണ് ഇവർ തമ്മിലുള്ള ഒരു പ്രശ്നം. എന്തോ അൻസിബ ഇവരുടെ ഫാമിലിയുമായിട്ട് ബന്ധപ്പെട്ട് എന്തോ ഒരു മെസ്സേജ് അയക്കുകയും അതുമായിട്ട് ബന്ധപ്പെട്ട് ലക്ഷ്മിപ്രിയയുടെ കുടുംബം തകരുന്ന രീതിയിൽ ഒരു പ്രശ്നം ഉണ്ടായി. അൻസിബ അയച്ച മെസ്സേജ് കാരണം ലക്ഷ്മിപ്രിയയ്ക്ക് ഡൊമസ്റ്റിക് വയലൻസ് ഉണ്ടായി എന്നാണ് ലക്ഷ്മിപ്രിയ പറയുന്നത്. സോ അതിനെപ്പറ്റി ലക്ഷ്മിപ്രിയ പറയുന്ന വീഡിയോ കൂടെ ഞാൻ വെക്കാം. അത് കൊടുക്കാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് ഡിസംബർ 10-ാം തീയതി എൻ്റെ ഫോണിലേക്ക് ശ്രീമതി അൻസിബ ഹസൻ ഒരു മെസ്സേജ് അയച്ചിരുന്നു. ഞാനിവിടെ കുടുംബമായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വളരെ ചെറിയ പ്രായത്തിൽ വിവാഹിതയായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ എൻ്റെ കുടുംബത്തിൽ എൻ്റെ ഫോൺ എന്ന് പറയുന്നത് നമ്പർ ലോക്കുകളോ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ലോക്കുകളോ ഉള്ളതല്ല. എനി ടൈം എൻ്റെ ഹസ്ബൻഡിനോ എൻ്റെ മകൾക്കോ എൻ്റെ സുഹൃത്തുക്കൾക്കാർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യം വന്നാൽ അവർക്കോ ആക്സസ് ചെയ്യാൻ പാകത്തിൽ ഓപ്പൺ ആയിട്ടാണ് എൻ്റെ ഫോൺ എപ്പോഴും വെച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഡിസംബർ 10-ാം തീയതി രാത്രിയിൽ അൻസിബ ഹസൻ എൻ്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് അയച്ചു. ആ മെസ്സേജിന് മറുപടിയായിട്ട് എന്താണ് ഈ പറഞ്ഞിരിക്കുന്നത് എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, അൻസിബ എന്താണ് ഇങ്ങനെ പറയാനുണ്ടായ സാഹചര്യം എന്ന് ചോദിച്ച് ഞാൻ ആ കുട്ടിയെ വിളിക്കുമ്പോൾ ഐ വിൽ കോൾ യു ലേറ്റർ ചേച്ചി, ഐ ആം ഇൻ എ വർക്ക് എന്ന് പറഞ്ഞിട്ടാണ് രാത്രി 11 മണിക്ക് എൻ്റെ അടുത്ത് അൻസിബ ഹസൻ റെസ്പോണ്ട് ചെയ്യുന്നത്. അതിനുശേഷം പല ആവർത്തി ഞാൻ ഈ മോളെ പല പ്രാവശ്യം വിളിച്ചു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അൻസിബയെ ഞാൻ എൻ്റെ ഒരു അനിയത്തിയെക്കാട്ടിലും വാത്സല്യത്തോട് കൂടിയിട്ടാണ് ഇപ്പോഴും എനിക്ക് ആ മോളുടെ അടുത്ത് ഇത് പറയുന്ന ഈ നിമിഷവും എനിക്ക് യാതൊരു വിധത്തിലുള്ള വ്യക്തി വൈരാഗ്യമോ മറ്റേതെങ്കിലും തരത്തിലുള്ള പരാതിയോ എന്തെങ്കിലും തരത്തിലുള്ള ഒരു വിഷമോ ഒന്നും എനിക്ക് എൻ്റെ പൊന്നു തള്ള, നിങ്ങൾ പണയം വന്നാൽ പണഞ്ഞിട്ട് പോകും. ഓവർ അഭിനയം. നിങ്ങൾ സിനിമയിൽ ഓവർ ആക്ടിങ്, റിയൽ ലൈഫിൽ വന്നിട്ട് ഓവർ ആക്ടിങ് കാണിക്കല്ല. ഇങ്ങനെ വിനയം വാരി വിതറല്ലേ ചേച്ചി. നിങ്ങൾക്ക് ഇത്ര വാത്സല്യം ഉണ്ടായിരുന്ന പിന്നെ ആ പെണ്ണിനെ പോലീസ് സ്റ്റേഷനിൽ കയറേണ്ട ആവശ്യം ഉണ്ടായിരുന്നു? ഭയങ്കര വാത്സല്യം. അനിയത്തിയാണ് ഉഞ്ഞമ്മയാണ് ചേച്ചിയാണെന്നൊക്കെ പറഞ്ഞിട്ട് ആ പെണ്ണിനെ പാതിരാത്രിയിൽ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് കയറ്റി. ഭയങ്കര വാത്സല്യം കൂടി പോയിട്ടാണെന്ന് തോന്നുന്നു. പണയമുള്ളത് വന്ന് പണയം ചുമ്മാ വന്ന് ഡയലോടിക്കുക. അപ്പോൾ പല ആവർത്തി എപ്പോഴും എൻ്റെ വീട്ടിൽ വരാറുള്ള കുട്ടിയാണ്. ഞങ്ങൾ ഒരുമിച്ച് പുറത്തു പോകാറുണ്ട്. എൻ്റെ ഏറ്റവും നല്ല സുഹൃത്തായിരുന്നു അൻസിബ. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ പല ആവർത്തി അൻസിബയുടെ അടുത്ത് പറഞ്ഞു, അൻസിബ ഇതെന്താണ് ഈ മെസ്സേജ് അയക്കാനുള്ളൊരു റീസൺ എന്ന് എൻ്റെ അടുത്ത് പറയണം എന്ന് ഞാൻ പല ആവർത്തി ആവശ്യപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം എൻ്റെ ഹസ്ബൻഡ് ഈ മെസ്സേജ് ഇത് വായിക്കുകയും അദ്ദേഹം വളരെ പാനിക് ആവുകയും അതിനെ തുടർന്ന് ഒരു കുടുംബമായിട്ട് ജീവിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവുമല്ലോ, എൻ്റെ വീട്ടിൽ ഈ മെസ്സേജിനെ ചൊല്ലി പല പ്രശ്നങ്ങളും ഉടലെടുക്കാൻ അത് കാരണമാകുന്നു എന്ന ഘട്ടത്തിൽ ഞാൻ അൻസിബയോട്, ശ്രീനിയേട്ടൻ മരിച്ചു കിടക്കുന്ന ആ ഒരു അവസ്ഥയിൽ പോലും ഞാൻ റിക്വസ്റ്റ് ചെയ്ത് പറഞ്ഞിരുന്നു, അൻസിബ എൻ്റെ വീട്ടിലേക്ക് വരണം, മോള് ജയശേട്ടനെ കണ്ട് ഇത് സംസാരിക്കണം, ഇല്ലെങ്കിൽ അൻസിബ ഹസ്ബൻഡിൻ്റെ അടുത്ത് ഫോണിലെങ്കിലും ഈ വിഷയം സംസാരിക്കണം, എനിക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നു എന്ന് പറയുന്നു. അതിനൊന്നും ആ കുട്ടി തയ്യാറായില്ല. പിന്നീട് യാതൊരു വിധത്തിലും എൻ്റെ മെസ്സേജസിന് റെസ്പോണ്ട് ചെയ്യുകയോ എൻ്റെ കോൾസ് അറ്റൻഡ് ചെയ്യുകയോ ആ കുട്ടി ചെയ്തിട്ടില്ല. യാതൊരു നിവൃത്തിയുമില്ലാതെ എൻ്റെ കുടുംബജീവിതം ഒരു മോശമാകുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തുന്നു എന്ന് വന്നപ്പോഴാണ് നമ്മൾ
നമ്മുടെ പിന്നെ ഇവിടെ ഹിൽ പാലസ് വനിതാ സെല്ലിൽ ഞാൻ ജനുവരി ഒരു മധ്യത്തോട് കൂടിയിട്ടാണ് എന്നാണ് എൻ്റെ ഓർമ്മ, അന്ന് ഞാൻ അവിടെ കൊണ്ടുവന്ന് പരാതി കൊടുക്കുന്നത്. അതിൽ ഈ പറയുന്ന മതമോ വർഗീയതയോ ക്ഷേത്രത്തിന്റെ സ്പോൺസർഷിപ്പോ ആയിട്ടുള്ള യാതൊരു കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ ഈ ഒരു വിഷയം മാത്രമേ, അൻസിബയുടെ പേരിൽ ഒരു FIR ഇടണമെന്നോ കേസ് രജിസ്റ്റർ ചെയ്യണമെന്നോ പോലും ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല. എൻ്റെ ആവശ്യം എൻ്റെ ഹസ്ബൻഡിന്റെ മുന്നിൽ ഇരുന്നിട്ട് ഈ മെസ്സേജ് എന്തുകൊണ്ട് അയച്ചു എന്ന് അൻസിബ ഒന്ന് പറയണം എന്ന് മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ കുട്ടി ആരൊക്കെ കോണ്ടാക്ട് ചെയ്തിട്ടും വരാൻ കൂട്ടാക്കാത്തതിനെ തുടർന്നിട്ടാണ് ഞാൻ ഈ ഹിൽ പാലസ് വനിതാ സെല്ലിൽ കൊണ്ടുവന്ന് അൻസിബയ്ക്കെതിരെ കംപ്ലൈന്റ് കൊടുത്തത്. ആ കംപ്ലൈന്റിൽ ഈ ഒരു 2 വരി മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇതിനെ തെറ്റിദ്ധരിച്ച അൻസിബയാണ് ഞങ്ങളുടെ സ്പോൺസർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അൻസിബ മാത്രമല്ല, ക്ഷേത്രത്തിലെ സ്പോൺസർഷിപ്പ് വേണ്ട എന്ന് പറഞ്ഞ ഏക വ്യക്തി അൻസിബ മാത്രമാണ് എന്നാണ് അൻസിബ വിചാരിക്കുന്നത്. അങ്ങനെയല്ല, ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട സ്പോൺസർഷിപ്പ് വേണ്ട എന്ന് പറഞ്ഞ നിരവധി പേരുണ്ട്. അൻസിബ മാത്രം പറഞ്ഞെങ്കിലല്ലേ അൻസിബയ്ക്കെതിരെ അതൊരു അലിഗേഷൻ ആയിട്ട് വരുള്ളൂ. ഒരാൾക്ക് ഇത് ചെയ്യേണ്ട എന്നൊരു എതിരഭിപ്രായം പറയുമ്പോൾ അതെങ്ങനെയാണ് ഒരു അലിഗേഷൻ ആയിട്ട് മാറുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ അൻസിബയാണ് ഇത്. ഞാൻ എക്സിക്യൂട്ടീവ് അംഗങ്ങളെയോ മറ്റൊരു മനുഷ്യരെയോ അറിയിച്ചിരുന്നില്ല. ചെവി അറിയാണ്ട് വളരെ ഗോപ്യമായിട്ട് ഈ സ്റ്റേഷനിൽ പോയി ഞാൻ പരാതി കൊടുക്കുന്നു. പോലീസ് സ്റ്റേഷനിൽ നിന്ന് അൻസിബയെ പല ആവർത്തി വിളിച്ചു കഴിഞ്ഞപ്പോൾ അൻസിബയാണ് ഇതിന് മത തീവ്രവാദം ആരോപിച്ചുകൊണ്ടും അൻസിബയെ ജിഹാദി എന്ന് ആരോ പരാമർശിച്ചു, അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ കേസ് ഞാൻ കൊടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഗ്രൂപ്പിലേക്ക് പിന്നെ ജനുവരി 24 അൻസിബ ലോങ് മെസ്സേജ് ഇടുന്നത്. ആ സമയത്ത് ഞാൻ അൻസിബയോട് പറഞ്ഞു, മോളെ ഇതൊക്കെ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള മാറ്റേഴ്സ് ആണ്, ഇത്തരം കാര്യങ്ങളൊന്നും നമ്മൾ തൊട്ട് കളിക്കാനായിട്ട് പാടില്ല, സമൂഹത്തിൽ വളരെയധികം പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന കാര്യമാണ് മോളെ, ഈ ഒരു മാറ്റർ മാത്രമേ ഞാൻ സംസാരിച്ചിട്ടുള്ളൂ, നീ അതിന് വന്നിട്ട് പ്രതികരിക്കുക, വേറെ യാതൊരു കാര്യങ്ങളും ഇതിനകത്തിലില്ല എന്ന് പറഞ്ഞു. അപ്പൊ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ മുതിർന്നവർ ഇടപെടണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് എന്റെ കുടുംബ വിഷയമാണ്, ഈ കുടുംബ വിഷയത്തിൽ കാരണക്കാരി എന്ന് പറയുന്നത് അൻസിബയാണ്. ഈ അൻസിബയെ ഞാനും മാത്രമായിട്ടുള്ള ഒരു പ്രശ്നത്തിൽ യാതൊരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളും അറിയാനോ, ഇത് ഇപ്പൊ പോലും എനിക്ക് വളരെയധികം ലജ്ജയുണ്ട്. ഈ ഒരു സമൂഹത്തിന്റെ മുന്നിൽ ഇങ്ങനെ വന്നിരുന്ന് പറയേണ്ടി വരുന്നതിൽ എനിക്ക് വളരെയധികം ലജ്ജയുണ്ട്. മനസ്സിലായില്ലേ? അപ്പം ആ വിഷമത്തിൽ ഞാൻ പറഞ്ഞു, ഒരു മനുഷ്യരും ഇതിൽ ഇടപെടേണ്ട, ഇത് അവിടെ വന്നിട്ടൊന്ന് പരിഹരിച്ചാൽ മാത്രം മതി എന്നാണ് ഞാൻ റിക്വസ്റ്റ് ചെയ്തത്. അല്ലാതെ മത തീവ്രവാദമെന്നോ ജിഹാദെന്നോ മറ്റ് ഈ ക്ഷേത്രത്തിന്റെ സ്പോൺസർഷിപ്പ് സ്വീകരിച്ചതിനെ പറ്റിയിട്ടുള്ള പ്രശ്നങ്ങളോ യാതൊരു കാര്യങ്ങളും ഉണ്ടായിട്ടില്ല എന്ന്. അപ്പം അതാണ് ഇവർ തമ്മിലുള്ള പ്രശ്നം. എന്ത് മെസ്സേജാണ് അയച്ചതെന്ന് സ്റ്റിൽ ലക്ഷ്മിപ്രിയ പറഞ്ഞിട്ടില്ല. എന്താണെങ്കിലും അവരുടെ ഫാമിലിയുമായിട്ട് ബന്ധപ്പെട്ട് അവഹിതം വല്ല ആയിരിക്കട്ടെ, അതുകൊണ്ടായിരിക്കണമല്ലോ ഭർത്താവ് പാനിക് ആവുകയും ഇവരെ ഉപദ്രവിക്കുകയും ചെയ്യുന്നുള്ള രീതിയിലൊക്കെ പറയുന്നത്. ഒരു ഡൊമസ്റ്റിക് വയലൻസ് നടന്നിട്ടുണ്ടെന്നുള്ള രീതിയിൽ പുള്ളിക്കാരത്തി സമ്മതിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. അതൊക്കെ ഉണ്ടാവും, അതൊക്കെ എനിക്ക് മീഡിയയിൽ പറയേണ്ട കാര്യം, അത് തീർച്ചയായും എന്റെ വ്യക്തിപരമായ കാര്യമായതുകൊണ്ട് അതെനിക്ക് പറയാൻ താല്പര്യമില്ല. അപ്പം അൻസിബ കാരണം അവിടെ കുടുംബം കുറച്ച് പ്രശ്നമായി, ഡൊമസ്റ്റിക് വയലൻസ് ഒക്കെ ഉണ്ടായി. പിന്നെ എന്തുകൊണ്ട് അൻസിബ പ്രതികരിച്ചില്ല എന്നുള്ള കാര്യത്തിലുള്ള ഒരു മറുപടി അൻസിബയുടെ ഭാഗത്ത് കിട്ടേണ്ടതാണ്. പുള്ളിക്കാരത്തി പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ എന്തൊക്കെയോ ഒരു ശരിയുള്ളതുപോലെ തോന്നുന്നുണ്ട് ലക്ഷ്മിപ്രിയയുടെ ഭാഗത്ത്, എന്നാലും സ്റ്റിൽ വ്യക്തത ഇല്ല. ഇതിനകത്ത് എല്ലാം ഉടായ്പാണ്, ഈ പറയുന്ന എല്ലാം ഇതിനകത്ത് ആരൊക്കെ ഇടപെട്ടിട്ടുണ്ടോ എല്ലാം ഉടായ്പാണ്. ലോക ഉടായ്പകൾ ഇനി വരാൻ കിടക്കുന്നേ ഉള്ളൂ, നമുക്ക് അതിലോട്ട് പോവാം. പിന്നെ ഇതൊരു കുടുംബകാര്യമായതുകൊണ്ട് കമ്മിറ്റി അതിനകത്ത് ഇടപെടാൻ പാടില്ല എന്ന് ലക്ഷ്മിപ്രിയ പറയുന്നുണ്ട്. പക്ഷേ കമ്മിറ്റി ഇടപെട്ടിരുന്നെങ്കിൽ ഇതൊരു പോലീസ് കേസായി മാറത്തില്ലായിരുന്നു. ചെവി അറിയാതെ കാര്യങ്ങൾ ഒത്തുതീർപ്പായി പോയേനെ. ഇതിപ്പം മുള്ളുകൊണ്ട് എടുക്കേണ്ടത് തൂമ്പ വെച്ച് കുഴിച്ചെടുത്ത അവസ്ഥയായിപ്പോയി. എല്ലാവരും പറയും നാണം കിട്ട് നാറി. ഇവർ പറയുന്നത് അമ്മ എന്ന് പറയുന്ന ഒരു സംഘടനയിലെ ഒരു കുടുംബമാണ് എന്നുള്ളതാണല്ലോ. കുടുംബത്തിൽ 2 അംഗങ്ങൾ തമ്മിൽ പ്രശ്നം ഉണ്ടാകുമ്പോൾ എന്തുകൊണ്ട് സംഘടന ഇടപെട്ടില്ല? അത് സംഘടനയുടെ വീഴ്ചയാണ്. ഈ പ്രസിഡന്റ് എന്നും പറഞ്ഞിരിക്കുന്ന ശ്വേതാമേനു ഒരു ഗുണവും ഇല്ല, ഒരു ഗുണവും ഇല്ലാത്ത ഒരു പ്രസിഡന്റ് ആയിപ്പോയി. എല്ലാം അത് തന്നെ. പിന്നെ ലക്ഷ്മിപ്രിയ ടിനി ടോമിനെ പറ്റി പറയുന്നുണ്ട്. പുള്ളിക്കാരൻ വളരെ മാന്യമായിട്ടുള്ള വ്യക്തിയാണ്, ആരടുത്തും ഔപര്യാദയെ പെരുമാറിയിട്ടില്ല എന്നുള്ള തരത്തിലാണ് ലക്ഷ്മിപ്രിയ പറയുന്നത്. ലക്ഷ്മിപ്രിയ 1 മണിക്കൂറോളം മീഡിയയോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നത് അൻസിബ ഒരു പ്രശ്നക്കാരിയാണ്, പക്ഷെ നല്ല പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്, നല്ല രീതിയിൽ അഭിപ്രായം പറയുകയും സാമ്പത്തികമായി തട്ടിപ്പൊക്കെ നടത്തുന്ന മറ്റ് കമ്മിറ്റിക്കാർക്കെതിരെ നല്ല രീതിയിൽ സംസാരിക്കുന്ന വ്യക്തിയാണ്. ആ കാര്യങ്ങളിലൊക്കെ നല്ലതാണെന്ന് പറയുന്നുണ്ട്. പക്ഷെ അൻസിബ പല രീതിയിലും അവിഹിതം എന്ന് പറയുന്ന വാക്ക് വളരെ കോമൺ ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അവിഹിതം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ടൈപ്പ് വ്യക്തിയാണെന്നാണ്. ഒന്നും പറയേണ്ടതിന് അവിഹിതം എന്ന് പറയുന്ന വ്യക്തിയാണെന്നാണ് ലക്ഷ്മിപ്രിയയുടെ ഒരു വാദം. അപ്പോൾ മൊത്തത്തിൽ അൻസിബ ഒരു പ്രശ്നക്കാരി എന്നുള്ള രീതിയിലാണ് ലക്ഷ്മിപ്രിയയുടെ സംസാരം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നതല്ല അവരുടെ ഒരു നറേഷൻ. ഇതാണ് അൻസിബ ആൻഡ് ലക്ഷ്മിപ്രിയ. ഇതിനകത്ത് വേറൊരു വ്യക്തിയും കൂടെ ഇൻവോൾവ്ഡ് ആണ്.
നീനാക്കുറുപ്പ്. ഇവരാണ് ഇതിന്റെ എല്ലാത്തിന്റെ ആണിയായിട്ട് ഞാൻ കരുതുന്നത്. ഇതിനകത്ത് നടന്ന എല്ലാ അടിയിലും വലിയൊരു പങ്ക് ഇവർ വഹിച്ചിട്ടുണ്ട്. ലക്ഷ്മിപ്രിയ, അൻസിബ, ടിനി ടോം, എല്ലാത്തിനും നീനാക്കുറുപ്പുണ്ട്. ടിനി ടോം അൻസിബയെ ജിഹാദി എന്ന് വിളിച്ചത് കേട്ടിട്ടുള്ള ഒരേ ഒരു വ്യക്തി നീനാക്കുറുപ്പാണ്. നീനാക്കുറുപ്പിന്റെ ഒരു വോയിസ് ഏഷ്യാനെറ്റ് ന്യൂസിനകത്തോടെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ലക്ഷ്മിപ്രിയയെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. അത് ഞാനൊന്ന് വെക്കാം. ഉറച്ചു നിൽക്കുകയാണോ നീന? അതെ, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ എവിടെയെങ്കിലും അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അൻസിബയോട് പറഞ്ഞതാണെങ്കിലും ഞാൻ പറഞ്ഞത് സത്യം തന്നെയാണ്. അപ്പം ടിനി ടോമിനെ പറ്റി പറഞ്ഞ അതേ കാര്യത്തിൽ നീനാക്കുറുപ്പ് ഉറച്ചു നിൽക്കുന്നു. ടിനി ടോം അങ്ങനെ പറഞ്ഞിരുന്നു എന്നുള്ളതാണ്. അതെ, ലക്ഷ്മിപ്രിയ തന്നെ എന്നോട് ടെലിഫോണിൽ സംസാരിക്കുന്ന ഒരു ഓഡിയോ റെക്കോർഡിംഗ് എന്റെ കയ്യിലുണ്ട്. അതിൽ ലക്ഷ്മിപ്രിയ തന്നെ വളരെ ക്ലിയർ ആയിട്ട് സമ്മതിക്കുന്നുണ്ട് മറ്റേ വ്യക്തി എന്തൊക്കെയാണ് അന്നത്തെ ദിവസം ചെയ്തത് എന്ന് വെച്ചാൽ നമ്മുടെ കുടുംബ സംഗമത്തിന്റെ മുമ്പത്തെ ദിവസം രാത്രിയാണ് ഞാൻ ടിനിയെ കുറിച്ച് പറഞ്ഞ കംപ്ലൈന്റിന് ആ ദിവസത്തെ കാര്യമാണ് ഞാൻ സംസാരിച്ചത്. പക്ഷെ ലക്ഷ്മിപ്രിയ അതുകളെ കൃത്യമായി പറയുന്നുണ്ട്. ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. മുമ്പത്തെ ദിവസം രാത്രി ഞങ്ങൾ റിഹേഴ്സലിന്റെ സമയത്ത് ടിനി ടോം എന്ന വ്യക്തി എങ്ങനെയാണ് എന്നോട് രാത്രി പെരുമാറിയത്, അന്ന് ടിനി ടോം എന്താണ് എന്നോട് ചെയ്യാൻ ശ്രമിച്ചത് എന്നൊക്കെ ലക്ഷ്മിപ്രിയയുടെ വാക്കുകളിൽ തന്നെ ക്ലിയർ ആയിട്ട് പറയുന്ന ഓഡിയോ റെക്കോർഡിംഗ് എന്റെ കയ്യിലുണ്ട്. അത് അവരുടെ അനുവാദമില്ലാതെ എനിക്കത് റിലീസ് ചെയ്യാൻ പറ്റില്ല. അത് ഒരു കാര്യം. പിന്നെ പിറ്റേ ദിവസം രാവിലെ എന്ന് വെച്ചാൽ നമ്മുടെ കുടുംബ സംഗമത്തിന്റെ പിറ്റേ ദിവസം രാവിലെയാണ് ലക്ഷ്മിപ്രിയ എന്നെ കുറിച്ചിട്ട് വളരെ മോശമായിട്ട് ഗ്രൂപ്പിൽ പറയുകയും അത് ഗ്രൂപ്പിൽ നിന്നും എങ്ങനെയാണ് പുറത്തേക്ക് ചോർന്നു പോയത്. സംഭവം മനസ്സിലായ? ഈ കുടുംബ സംഗമത്തിന്റെ രാത്രി റിഹേഴ്സൽ നടക്കുന്നതിനിടയിൽ ഈ പറയുന്ന നീനാക്കുറുപ്പ്, ഇതാണ് നീനാക്കുറുപ്പ്, പുള്ളിക്കാരത്തിയും ടിനി ടോമും തമ്മിൽ അടിയുണ്ടായിട്ടുണ്ട്. അതായത് അതിനെപ്പറ്റി ലക്ഷ്മിപ്രിയ പറയുന്ന കാര്യങ്ങൾ, മോശമായി സംസാരിച്ചിട്ടുള്ള കാര്യങ്ങൾ, ലക്ഷ്മിപ്രിയ തന്റെ നാവ് കൊണ്ട് പറയുന്ന ഫോൺ റെക്കോർഡ് ഇവരുടെ കയ്യിലുണ്ട് എന്നാണ് ഇവർ പറയുന്നത്. അത് ലക്ഷ്മിപ്രിയയുടെ അനുവാദമില്ലാതെ പുറത്തുവിടാൻ പറ്റത്തില്ലെന്ന് ഇവർ പറയുന്നുണ്ട്. അറിയില്ല, പക്ഷെ ഞങ്ങളുടെ ഗ്രൂപ്പിൽ പറയുകയും, പക്ഷെ ആ ഗ്രൂപ്പും പറയുന്നത് ഞാനും ലക്ഷ്മിപ്രിയ മാത്രമുള്ള ഒരു ഗ്രൂപ്പൊന്നും അല്ലല്ലോ, ഇത്രയും പേരുള്ള ഗ്രൂപ്പിലാണ്. ഒരു പരസ്യമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആയിരുന്നു ലക്ഷ്മിപ്രിയ എനിക്കെതിരെ അന്ന് വിട്ടത്. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഈ നീനാക്കുറുപ്പിന്റെ ലക്ഷ്മിപ്രിയ തെറി വിളിച്ചുകൊണ്ടുള്ള ഒരു വോയിസ് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഭയങ്കരമായിട്ട് വൈറലായതാണ്. അത് ഈ ഒരു സംഭവത്തിന് ശേഷമുള്ള കാര്യമാണ്. ആ അതിനെ കുറിച്ചിട്ടുള്ള കംപ്ലൈന്റ് ഞാൻ ഒരു 21-ാം തീയതി മറ്റെയാണ് ഞാൻ ഒഫീഷ്യലി നമ്മുടെ അമ്മ അസോസിയേഷന് കൊടുക്കുന്നത് ആ കംപ്ലൈന്റ്. ലക്ഷ്മിപ്രിയ അതിനുശേഷം എന്നെ വിളിച്ചിട്ട് മാപ്പൊക്കെ പറഞ്ഞു. പക്ഷെ ആ മാപ്പ് ഞാൻ സ്വീകരിക്കാൻ തയ്യാറല്ലായിരുന്നു. അത് ഇപ്പോഴും ഞാൻ സ്വീകരിക്കാം. ഒരു മാപ്പിൽ ഒതുക്കേണ്ട കാര്യമല്ലായിരുന്നു അന്ന് ലക്ഷ്മിപ്രിയ എന്നോട് പറഞ്ഞത്, അല്ലെങ്കിൽ എന്നെ കുറിച്ച് പറഞ്ഞത്. അത് എനിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല അത്. കാരണം അത്രയ്ക്കും ഞാൻ ഈ 38 വർഷമായി, 39 വർഷമായി ഞാൻ ഈ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നു. ഇന്നേ വരെ ഞാൻ കുറച്ച് ഇമോഷണൽ ആണ് ഇപ്പോൾ. ദിവസം മുതൽ ലക്ഷ്മിപ്രിയ എന്നെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അത് എല്ലാവരും കേൾക്കെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അത് പല മീറ്റിംഗ്സിലും ലക്ഷ്മിപ്രിയ എന്നോട് വളരെ മോശമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഏതോ ഒരു മീറ്റിംഗിൽ മാത്രമാണ് എല്ലാവരും കുറച്ച് പേര് റിയാക്ട് ചെയ്തത്, അങ്ങനെ പറയരുത് എന്ന് പറഞ്ഞത്. പക്ഷെ പല മീറ്റിങ്ങുകളിലും അവരെന്നോട് വളരെ മോശമായിട്ടാണ് സംസാരിച്ചിരിക്കുന്നത്. ഞാനൊരു വളരെ സീനിയർ മെമ്പറാണ്. എനിക്ക് എന്നെക്കാട്ടും ജൂനിയേഴ്സ് ആയ ആൾക്കാർ എന്നോട് ഇങ്ങനെ സംസാരിക്കുന്നത്, ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ, പക്ഷെ ഞാൻ ഒരു തെറ്റും ചെയ്യാതെ എന്നോട് ഇങ്ങനെ സംസാരിക്കുന്നത് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. പക്ഷെ റൈറ്റ് ഫ്രം ദ ബിഗിനിങ് അവർ വളരെ മോശമായിട്ടാണ് എന്നോട് പെരുമാറിയിരിക്കുന്നത്. അതിന്റെ ഒരു റിഫ്ലക്ഷൻ ആയിരുന്നു സത്യം പറയുകയാണെങ്കിൽ അന്നത്തെ ദിവസത്തെ 15-ാം തീയതി രാവിലെ അവർ ഗ്രൂപ്പിലിട്ട് എന്നെ കുറിച്ചിട്ട് പറഞ്ഞിരിക്കുന്ന മെസ്സേജിൽ എനിക്ക് 10-17 മിനിറ്റോളം അവർ സംസാരിച്ചിട്ടുണ്ട്. മൂന്ന് ഓഡിയോ ആയിട്ടാണ് അവർ സംസാരിച്ചത്. ടോട്ടൽ 17 മിനിറ്റ് എന്നെ അവർ പറഞ്ഞത് വളരെ മോശമായ ഭാഷയാണ് എനിക്കെതിരെ ഉപയോഗിച്ചത്. ആൻഡ് എനിക്കത് ഒരു മാപ്പിൽ ഒതുക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ലായിരുന്നു അത്. കാരണം എന്റെ വീട്ടുകാരും എന്റെ മകള് വരെ. എനിക്ക് താങ്കളുടെ വിഷമം മനസ്സിലാവും. നമ്മൾ എല്ലാത്തിനും നേരിട്ടല്ലേ പറ്റൂ. അപ്പോൾ ധൈര്യമായിട്ടിരിക്കും. ലക്ഷ്മിപ്രിയ തെറി വിളിച്ചതിനെ ഓർത്ത് പൊട്ടിക്കരയുന്ന നീനാക്കുറുപ്പിനെയാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ലക്ഷ്മിപ്രിയ ഒരു മാസത്തേക്ക് അമ്മ സംഘടനയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് നിർത്തിയേക്കാണ്. ഈ പറയുന്ന കുക്കു പരമേശ്വരൻ ജനറൽ സെക്രട്ടറി, പുള്ളിക്കാരത്തെയാണ് സസ്പെൻഡ് ചെയ്തേക്കുന്നത്. ലക്ഷ്മിപ്രിയ പറയുന്നത് ഇവരുടെ നിന്ന് പല രീതിയിലും മാപ്പ് പറഞ്ഞു. അതൊന്നും അവർക്ക് താല്പര്യമില്ല. അവരെ ആ ഒരു കമ്മിറ്റിയിൽ നിന്ന് മാറ്റി നിർത്തണം. ഇവർ ഓരോരുത്തരെ ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുക്കു പരമേശ്വരന്റെ ശിങ്കിടിയാണ് നീനാക്കുറുപ്പ് എന്നാണ് ലക്ഷ്മിപ്രിയയുടെ വാദം. അപ്പൊ ഇവർ ഓരോരുത്തരെ ടാർഗറ്റ് ചെയ്ത് അവരെ അടിച്ച് വെളിയിൽ കളയാൻ നോക്കുവാണ്. ഇതിനകത്ത് ആരുടെ ഭാഗത്താണ് ശരി, ആരോട് പറയുന്നതാണ് തെറ്റ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. എല്ലാം ഉടായ്പകളാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് കേൾക്കുമ്പോൾ. ഈ നീനാക്കുറുപ്പിന്റെ അപരാധം കഴിഞ്ഞ് നെക്സ്റ്റ് നമ്മൾ അപരാധത്തിലോട്ട് പോകുന്നത് കുക്കു പരമേശ്വരന്റെ അപരാധത്തിലോട്ടാണ്. ജനറൽ സെക്രട്ടറി കുക്കു പരമേശ്വരൻ മോഹൻലാലിനെയും അൻസിബയും ചേർത്ത് വൃത്തികേടുകൾ പറഞ്ഞുണ്ടാക്കിയത് ഈ കുക്കു പരമേശ്വരൻ എന്ന് പറയുന്ന വ്യക്തിയാണെന്നാണ് ലക്ഷ്മിപ്രിയ പറയുന്നത്. നീനാക്കുറുപ്പ് എന്നാണ് പരാതി കൊടുത്തത്? ഈ മെയ് 12-ാം തീയതി അല്ലേ പരാതി കൊടുത്തത്? ഞങ്ങൾ ആ പരാതി കണ്ടിട്ടില്ല. തീർച്ചയായിട്ടും ടിനി ടോം അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ
തീർച്ചയായിട്ടും പിന്നെ ടിനി ടോമിന് അങ്ങനെ ഒരു ഇതുണ്ടാകും. പക്ഷേ ഈ പറയുന്ന ഇതിനെക്കാട്ടിലും വലിയ കാര്യം പറഞ്ഞത് ഞങ്ങളുടെ കയ്യിൽ തെളിവായിട്ടുണ്ട്. അതുല്യ എന്ന് പറയുന്ന ഞങ്ങളുടെ മാനേജർ ഇവർ ടെർമിനേറ്റ് ചെയ്തല്ലോ, ഞങ്ങളുടെ കുക്കു പരമേശ്വരൻ എന്ന് പറയുന്ന ഞങ്ങളുടെ സെക്രട്ടറി ടെർമിനേറ്റ് ചെയ്തല്ലോ. ആ കുട്ടി വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്, അൻസിബ ഹസൻ എന്ന് പറയുന്ന വ്യക്തിയെ മലയാളത്തിന്റെ ഒരു മഹാനടനെയും ചേർത്ത് ഈ കുക്കു പരമേശ്വരൻ ഇന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിന് ഞങ്ങളുടെ ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമായ സരയു മോഹൻ സാക്ഷിയാണ് എന്ന് കൃത്യമായിട്ട് എഴുതിയിട്ട് ഞങ്ങൾക്ക് ലെറ്റർ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് എന്ത് നടപടിയായിരിക്കും എടുക്കുന്നത്? ഡയറക്റ്റ് പറഞ്ഞു എന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഈ കുട്ടിയെ ഞങ്ങൾ കൊണ്ടുവന്നു, നിങ്ങൾ മീഡിയാസ് എല്ലാം പുറത്തുള്ള സമയത്ത് തന്നെ അതുല്യ എന്ന് പറയുന്ന ഈ പെൺകുട്ടിയെ ഞങ്ങൾ ഞങ്ങളുടെ മീറ്റിംഗ് ഹാളിൽ കൊണ്ടുവന്ന് ചോദിച്ചപ്പോഴും പറഞ്ഞു കുമ്പളങ്ങി ബീന എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റിനെ കാണാൻ പോയിട്ട് വരുന്ന വഴി അൻസിബ ഹസനെ കുറിച്ച് വളരെ മോശമായിട്ട് സെക്രട്ടറി ഇന്ന കാര്യങ്ങൾ പറഞ്ഞു എന്ന്. അപ്പൊ അത് കേട്ട അൻസിബ ബോധം കെട്ട് താഴെ വീഴും. ഞാൻ ആലോചിച്ചിട്ടുണ്ട്, ദൈവമേ അൻസിബ ഒരിക്കലും ഈ ലെറ്റർ വായിക്കല്ലേ എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. അപ്പൊ ഈ സെക്രട്ടറിക്കെതിരെ നടപടി വേണ്ടേ? ഈ സെക്രട്ടറി കത്തുകൾ റിമൂവ് ചെയ്യുന്നതിന് നടപടി വേണ്ടേ? ഈ സെക്രട്ടറി ഞങ്ങളുടെ സാമ്പത്തികം ദുരുപയോഗം ചെയ്യുന്നതിനെതിരെ നടപടി വേണ്ടേ? ഞങ്ങൾ ഇത് ചോദ്യം ചെയ്യുന്ന ഞങ്ങളൊക്കെയാണോ കുറ്റക്കാരായിട്ട് മാറുന്നത്? നീന കുറുപ്പ് എന്ന് പറയുന്നത് സെക്രട്ടറിയുടെ ശിങ്കിടിയാണ്. അത് ഞാൻ എവിടെ വേണമെങ്കിലും പറയും. ഇവർക്ക് എല്ലാവരും പുറത്താക്കണം, റിമൂവ് ചെയ്തങ്ങ് കളയുക, മെമ്പർഷിപ്പ് റിമൂവ് ചെയ്ത് കളയണം. ഇവരുടെ പറച്ചിലാണ്. കുക്കു പരമേശ്വരന്റെ മുകളിലുള്ള ആരോപണം ഇതാണ്. ഈ വന്ന ആരോപണങ്ങളിൽ ഏറ്റവും വലിയ ആരോപണമാണിത്. മോഹൻലാലുമായിട്ട് അൻസിബയ്ക്ക് അവിഹിതം. മഹാനടൻ ഉദ്ദേശിച്ച മമ്മൂട്ടിയല്ല, മോഹൻലാലിനെ തന്നെയാണ്. അതുല്യ എന്ന് പറയുന്ന ഇവരുടെ ഫ്രണ്ട് ഓഫീസിൽ ഒന്ന് വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റാഫാണ്. ആ പെൺകൊച്ചിന്റെ അടുത്ത് ഈ കുക്കു പരമേശ്വരൻ ഈ കാര്യങ്ങൾ പറഞ്ഞു എന്നുള്ളതാണ് ഇവരിപ്പോൾ പറയുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ കുക്കു പരമേശ്വരൻ ഈ അതുല്യയെ ഒരു കാരണവും കൂടാതെ അവരുടെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു. അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ കുക്കു ചേച്ചി എന്തൊക്കെയോ ഉടായ്പ ചെയ്യുന്നുണ്ട്. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചാ, ഈ കമ്മിറ്റി മെമ്പറിൽ ഇരിക്കുന്ന പല ടീംസിനും സിനിമയില്ല, ഒന്നുമില്ല, ചൊറിയും കുത്തിയിരിക്കുന്ന ടീംസാണ്. വേറെ വരുമാനം ഒന്നുമില്ല. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷങ്ങൾ കോടിക്കണക്കിന് വന്ന് മറിയുന്ന ഒരു സംഘടന. ഇതിനകത്തോട്ട് വരുന്ന വരുമാനങ്ങൾ മുക്കലായിരിക്കും ഇവറ്റകളുടെയൊക്കെ പണി. ഒരാളുടെ പേരെടുത്ത് പറയുന്നില്ല. ഇതിന്റെ കമ്മിറ്റിയിൽ ഇരിക്കുന്ന പല ഈ സിനിമ ഒന്നും ഇല്ലാതിരിക്കുന്ന പല എണ്ണവും ഈ മുക്കൽ പരിപാടി തന്നെ കാണും. ഈ മുക്കലും കാര്യങ്ങളൊക്കെ നടക്കണമെങ്കിൽ ഓരോരുത്തരെ ചവിട്ടി പുറത്താക്കണം. അല്ലെങ്കിൽ ഇവരുടെ ഇത് മറയ്ക്കാൻ വേണ്ടിയിട്ട് മറ്റു ആരോപണങ്ങൾ ഓരോരുത്തരുടെ തലയിലൂടെ ഇട്ട് കൊടുക്കണം. ഈ പൈസ വന്ന് മറിയുന്ന കാണുമ്പോൾ കൈയിട്ട് വരാൻ തോന്നുമല്ലോ. ഒരു കാര്യമില്ലാതെ ഫ്ലോപ്പാണെന്ന് അറിഞ്ഞിട്ട് 75 ലക്ഷം രൂപയാണ് അമ്പല കമ്മിറ്റിക്കാരൊക്കെ കൊടുത്ത്. ആലോചിച്ച് നോക്ക്, അത്ര എന്തോരം സ്പോൺസർഷിപ്പ് തന്നെ വരുന്നുണ്ടാവും. സ്ത്രീ ഭരണം വേണമെന്ന് പറഞ്ഞ് കുറെ എണ്ണം വരുന്നുണ്ടായിരുന്നു. ഇപ്പൊ സ്ത്രീ വന്ന് ഭരിച്ചു തുടങ്ങിയപ്പോഴത്തേക്ക് കണ്ടില്ലയോ, അന്ന് മുറവിളി കൂട്ടിയ ടീംസൊക്കെ എവിടെ പോയി? ഒന്നിനെ കാണുന്നില്ലല്ലോ. പ്രസിഡന്റും ജനറൽ സെക്രട്ടറി രണ്ട് വഴിക്കാണ്. രണ്ട് ലോക പരാജയം. ഒരു സംഘടന നടത്തിക്കൊണ്ടുപോകാനുള്ള കഴിവില്ലെങ്കിൽ നിർത്തിയിട്ട് പോവുക, അതേ പറയാനുള്ളൂ. എത്രയോ വർഷങ്ങളായിട്ട് മറ്റേ ഇടവേളവാകു നന്നായിട്ട് കൊണ്ടു നടത്തിയ ഒരു സംഘടനയാണ്. ഇത്രയും കാലത്തിനിടയിൽ ഇങ്ങനെയുള്ള അലമ്പ്, കന്നന്തരവ്, ഈ മാതിരി ചീഞ്ഞ പരിപാടികളൊന്നും ഞാൻ നടന്നിട്ടില്ല. അന്നൊക്കെ ഈ പുള്ളിയെ കളിയാക്കിയിട്ടുണ്ട്, സിനിമയൊന്നും ഇല്ലാതെ വെറുതെ അമ്മയുണ്ടായിരുന്ന പേര് മാത്രം ഇങ്ങനെ ഇരിക്കുന്നു എന്നും പറഞ്ഞിട്ട്. പക്ഷെ അങ്ങേര് എത്ര കിടിലമായിട്ട് ആ സംഘടന കൊണ്ടുപോയെന്ന് ഇപ്പോഴാണ് ഈ വെറ്റകൾ കയറിയപ്പോഴാണ് മനസ്സിലാവുന്നത്. തലമൂത്ത ഫെമിനിസ്റ്റുമാർ വരെ ഇപ്പൊ വന്ന് മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സ്ത്രീ ഭരണം വേണമെന്ന് ഞങ്ങൾ അന്ന് പറഞ്ഞതിൽ ഖേദിക്കുന്നു എന്ന് മാലാപാർവതി പറയുന്നു. കേട്ടു. ഈ പ്രസിഡന്റും സെക്രട്ടറിയും രണ്ട് വഴിക്കാണോ പോകുന്നത്? വഴിക്കാണ്. അത് തന്നെ ഇത്രയും വലിയൊരു സംഘടന. ഒന്നാമത് അതൊരു നമുക്ക് ഒട്ടും ഞങ്ങൾ പ്രതീക്ഷിച്ച ഒരു കാര്യമല്ല. കുക്കു പരമേശ്വരൻ ജനറൽ സെക്രട്ടറി ആയിട്ട് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തില്ല എന്ന് പരാതി എനിക്കുണ്ട്. ശ്വേതയും കുക്കും പരസ്പരം അവർ തമ്മിൽ രണ്ട് ചേരികളിലായതും വലിയ ദോഷമായി. അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ ഗുരുതരമായ ഒരു കാര്യം എന്ന് ഞാൻ വിചാരിക്കുന്നു. മൊത്തത്തിൽ സംഘടനയ്ക്ക് ആകെ കൂടെ നാണക്കേടായോ? വളരെ നാണക്കേട് മാത്രമല്ല, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പൊതു സമക്ഷം ഞാൻ ഇതിലൊക്കെ ഇടപെട്ടതിലും ഇത് സംസാരിച്ചതിലും സ്ത്രീകൾ വന്നാൽ നന്നാവും എന്നും ഒക്കെ വിചാരിച്ച് ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളോടടക്കം. ഞാൻ മാപ്പ് ചോദിക്കുന്നു. എന്താണ് അടുത്ത ജനറൽ ബോഡിയിൽ എന്താണ് നിങ്ങൾ? ബോഡിയിലെ സീനിയേഴ്സ് ആരെങ്കിലും വന്ന് ഏറ്റെടുക്കട്ടെ. ഇടവേള ബാബുച്ചനുണ്ടായിരുന്നപ്പോഴത്തേക്ക് എല്ലാവരും മീഡിയയൊക്കെ എതിർത്തിരുന്നു. പക്ഷേ അവിടെ നടന്ന കാര്യങ്ങൾക്ക് ചിട്ടയുണ്ടായിരുന്നു, കൃത്യമായ കാര്യങ്ങൾ എല്ലാവരും അറിഞ്ഞിരുന്നു. അവിടെ ഇങ്ങനൊരു അഡ്മിനിസ്ട്രേഷൻ നടക്കുന്നത് തന്നെ വെളിയിൽ അറിയില്ലായിരുന്നു. എല്ലാവർക്കും വേണ്ട കാര്യങ്ങളൊന്നും. ഇത് ഒരുപാട് പേർക്ക് ഗുണമുള്ള ഒരു സംഘടനയാണെന്ന്, ഒരുപാട് പേർക്ക് ഗുണമുള്ള ഒരു സംഘടനയാണ്. ഇതാ നല്ലത്, പിരിച്ചുവിട്. ഭാഗ്യലക്ഷ്മി പറയുന്നത് കൂടെ ഞാൻ വെക്കാം. നമ്മളൊക്കെ വിചാരിച്ചിരുന്നത് അവിടെ പുരുഷന്മാർ ഇരിക്കുന്നത് കൊണ്ടാണ് സ്ത്രീകൾക്ക് അങ്ങോട്ട് പോയി ഒരു പരാതി പറയാൻ സാധിക്കാത്തത്, അല്ലെങ്കിൽ സ്ത്രീകളുടെ പരാതി ആരും ശ്രദ്ധിക്കാതിരിക്കുന്നത് വിചാരം തെറ്റാന്ന് മനസ്സിലായില്ലയോ ആണ് വിചാരിച്ചിരുന്നത്. പക്ഷേ അപ്പോൾ അതുകൊണ്ട് തന്നെ ശരി, സ്ത്രീകൾ മുൻനിരയിലേക്ക് വരട്ടെ, സ്ത്രീകൾ ഭരണം ഏറ്റെടുക്കട്ടെ എന്ന് ഞാനും അന്ന് അഭിപ്രായം പറഞ്ഞിരുന്നു. വലിയൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ സ്ത്രീകൾക്ക് തന്നെ പരാതി പറയാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ അതിലൊരു നമുക്കൊക്കെ പ്രതിഷേധമുണ്ട്. കാരണം അതിൻ്റെ ഉള്ളിലുള്ള സ്ത്രീകൾ തന്നെ ഈ പരാതി പറയുന്ന സ്ത്രീകൾക്കെതിരെയാണ് സംസാരിക്കുന്നത്. ശ്വേതാ മേനോൻ പറഞ്ഞത്
ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക, സ്ത്രീകളുടെ ശത്രു പുരുഷന്മാരല്ല, സ്ത്രീകളുടെ ശത്രു സ്ത്രീകളാണ്. എനിക്ക് പഴയ ഒരു ചൊല്ലാണ് എനിക്ക് ഓർമ്മ വരുന്നത്, 2 മല തമ്മിൽ ചേർന്നാലും 4 ചേരൂല. മനസ്സിലായ? കൂടുതലൊന്നും പറയുന്നില്ല ഗൈസ്. വെറും ഒരു വൃത്തികെട്ട ചീഞ്ഞ രീതിയിലാണ് ഇതിൻ്റെ അകത്ത് നടക്കുന്ന കാര്യങ്ങൾ പുറത്തോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇതൊരു ഐസ്ബർഗ് ആണ്. ഒരംശം മാത്രമേ പുറത്തോട്ട് വന്നിട്ടുള്ളൂ. പലതും പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ പലരും തലയും മുണ്ടോട്ടുകൊണ്ട് നടക്കേണ്ടി വരും. സോ കൂടുതലൊന്നും പറയുന്നില്ല. അപ്പോൾ ശരി, ബൈ.